ജയാർശ്യം ജയ് ഹരിത സഞ്ജീവനി. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ഗിരീഷ്, റൂബി അച്ചീവർ ആണ്. ഇന്ത്യൻ ആർമിയിലായിരുന്നു ഞാൻ 17 വർഷക്കാലം. ജയ് ജവാൻ ജയ് കിസാൻ എന്നാണ് നമ്മൾ എപ്പോഴും പറയുന്നത് അല്ലെ. ജയ് ജവാൻ പട്ടാളം, ജയ് കിസാൻ കർഷകർ അല്ലെ. ഞാൻ പട്ടാളക്കാരനായിരുന്നു. ജയ് ജവാൻ. അപ്പൊ ജയ് കിസാൻ, നമുക്ക് കൃഷി ഇല്ലെങ്കിൽ വേറെ ഒന്നുമില്ല. നമ്മൾ ഇന്ന് ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ കൃഷി ഏറ്റവും കൂടുതൽ ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ഇന്ന് കൃഷിയെക്കുറിച്ചും കർഷകർക്ക് കിട്ടേണ്ട എന്താണ് ബെനിഫിറ്റ്, ഇന്ന് കർഷകരെല്ലാവരും, എനിക്കറിയാം, ഒരുപാട് കടത്തിൽ മുങ്ങി നിൽക്കുന്ന കർഷകർ ഒത്തിരിയുണ്ട്. ലോൺ എടുത്ത് കൃഷി ചെയ്യുന്നു, പക്ഷെ അവർക്ക് കൃത്യമായ വിളവ് കിട്ടുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ള സ്റ്റേറ്റുകളെ ആശ്രയിച്ച് പച്ചക്കറികൾ കഴിക്കുന്ന ആളുകളാണ് കേരളക്കാരിലധികവും. അവിടുന്ന് വരുന്ന വിഷമയമായ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളൊക്കെ കഴിച്ച് നമുക്ക് ഒരുപാട് ക്യാൻസർ പോലത്തെ അസുഖങ്ങൾ വരുന്നു. അതിനൊക്കെ ഒരു ഉത്തമ പരിഹാരമാണ് നമ്മൾക്ക് ആർസ്യം കുടുംബാംഗങ്ങൾ കിട്ടിയിരിക്കുന്ന ഈ ഒരു വലിയൊരു നന്മ, ഹരിത സഞ്ജീവനി അല്ലെ. നമ്മുടെ വീടുകളിൽ തന്നെ ഒരു ചെറിയ അടുക്കളത്തോട്ടം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പച്ചക്കറികളും നമുക്ക് അവിടെ കൃഷി ചെയ്യാൻ സാധിക്കും. തന്നെയുമല്ല, നമ്മൾക്കുള്ള തെങ്ങ്, കവുങ്ങ്, ജാതി, റംബൂട്ടാൻ, നെല്ല് തുടങ്ങി നമ്മൾക്കുള്ള എല്ലാ വിളകൾക്കും നമുക്ക് ഫലപ്രദമായി കൊടുക്കാവുന്ന ഒരു ഓർഗാനിക് പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ ഹരിത സഞ്ജീവനി. അപ്പൊ അതിനെക്കുറിച്ച് ഇന്ന് വളരെ വിശദമായിട്ടുള്ള ഒരു ക്ലാസ് ആണ് ദിബേഷ് സാർ നമുക്ക് തരാൻ പോകുന്നത്. ആർസിഎമ്മിൽ നമുക്കറിയാം 5000-ലധികം ഉൽപ്പന്നങ്ങളുണ്ട്, 18-ലധികം സിഗ്മെന്റ്സ് ഉണ്ട്. അത് നിത്യോപയോഗ സാധനങ്ങളായിക്കോട്ടെ, തുണിത്തരങ്ങളായിക്കോട്ടെ, ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ വോളിയം തരാൻ പറ്റിയ, ഏറ്റവും കൂടുതൽ കർഷകരെ സംരക്ഷിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഹരിത സഞ്ജീവനി. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ക്ലാസ് നടക്കാൻ പോകുന്നത്. എന്താണ് ഹരിത സഞ്ജീവനി, എന്തിനു നമ്മൾ ഇത് ഉപയോഗിക്കണം, ഇത് ഉപയോഗിച്ചാൽ നമ്മൾക്ക് എന്ത് ഗുണം, നമ്മുടെ ഭൂമിക്ക് എന്ത് ഗുണം, കർഷകർക്ക് എന്ത് ഗുണം, ഇതെല്ലാം പറഞ്ഞു തരാനായിട്ട്, ഹരിത സഞ്ജീവനിയുടെ A to Z കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് ഗ്രേറ്റ് ലീഡർ, സ്റ്റാർ പേൾ അച്ചീവർ, നല്ലൊരു ടീമിനെ നയിക്കുന്ന ഒരു ഗ്രേറ്റ് ലീഡറാണ് ദിബേഷ് സാറ്. സാധാരണ ഒരു പ്ലംബിംഗ് വയറിംഗ് മേഖലയിൽ നിന്നും 10 വർഷം മുന്നേ ആർസിഎമ്മിലേക്ക് കടന്നു വരികയും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന, ഒരുപാട് പേരെ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രേറ്റ് ലീഡറാണ് സ്റ്റാർ പേൾ ദിബേഷ് സാർ. അപ്പൊ നിങ്ങളുടെ എല്ലാവരും നിറഞ്ഞ കൈയോട് കൂടിയിട്ട് ഇന്നത്തെ ഹരിത സഞ്ജീവനി ട്രെയിനിങ് നമുക്ക് തരാൻ ദിബേഷ് സാറിന് സ്വാഗതം ചെയ്യുന്നു. ദിബേഷ് സാർ, വെൽക്കം ഓൺ ദ സ്റ്റേജ്. എല്ലാവർക്കും നമസ്കാരം. പേര് ദിബേഷ്, വീട് ചാലക്കുടി അടിച്ചിലി. ഇന്ന് 8 വർഷക്കാലമായി ആർത്തി എന്ന പ്രസ്ഥാനത്തില് വളരെയധികം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുന്നു. എന്നെ ആർത്തി എന്ന നന്മ പരിചയപ്പെടുത്തി തന്നത്, ഇന്ന് എന്നെ സ്വാഗതം പറഞ്ഞു വിളിച്ച എന്റെ ഗ്രേറ്റ് അപ്ലയൻ ഗിരീഷ് സാറാണ്. ഗിരീഷ് സാറിന് വളരെയധികം എന്താ പറയാ കൃതജ്ഞത. ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിലേക്ക് വരാനും ഇതിന്റെ ഒരു ഭാഗമാവാനും കഴിഞ്ഞത് വളരെയധികം അഭിമാനിക്കുന്നു. അപ്പൊ നമുക്കറിയാം, ആർസിഎമ്മിൽ ഒരുപാട് സെഗ്മെന്റുകൾ ഉണ്ട്. അതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് ഹരിത സഞ്ജീവനി. ഹരിത സഞ്ജീവനി നമുക്കറിയാം, ഇനിയിപ്പോ അല്ലെ, കൃഷിയുടെ സമയമാണ് വരാൻ പോകുന്നത്. കർഷകനെ ഏറ്റവും കൂടുതൽ നമുക്ക് സഹായിക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ് ഹരിത സഞ്ജീവനി. ഇപ്പൊ ഇവിടെ ഗിരിസാറ് നേരത്തെ പറഞ്ഞു, ഒരുപാട് കർഷകരുണ്ട്. മാവിന് ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയവരുണ്ട്, തെങ്ങിന്, നെല്ലിന്, വാഴയ്ക്കൊക്കെ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ഒരുപാട് ആളുകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെയുണ്ട്. അപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ അവസാനം അവരെ എല്ലാവരും എക്സ്പീരിയൻസ് ഒന്ന് നമുക്ക് കേൾക്കാം. ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം അവസാനം കേൾക്കാം. ഓക്കെ. അപ്പൊ എല്ലാവരും ഇന്നത്തെ ഒരു പ്രോഗ്രാം നിങ്ങളുടെ കയ്യിലൊരു പേനും നോട്ട്ബുക്ക് ആയിട്ട് ഇരിക്കുക. ഗിരിസാറ് പറഞ്ഞു കുറച്ച് റെസിപ്പികള്, തെങ്ങിന് എങ്ങനെ കൊടുക്കണം, റംബൂട്ടാൻ എങ്ങനെ കൊടുക്കണം, മാവിന്, ജാതിക്ക് ഇതൊക്കെ എങ്ങനെ കൊടുക്കണം എന്നുള്ള കുറച്ച് റെസിപ്പികൾ ഇന്ന് പറയുന്നുണ്ടാവും. അപ്പൊ എല്ലാവരും പേനയും ബുക്കായിട്ട് റെഡി ആയിട്ടിരുന്നോ? എത്ര പേര് റെഡി ആയി? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം, പേനയും ബുക്കായിട്ട്. ഓക്കെ. അപ്പൊ എന്തായാലും ഒരുപാട് ആളുകൾ പഠിക്കാനായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് പോലും. അപ്പൊ നമുക്കറിയാം അല്ലെ, എത്ര പേര് കൃഷി ഇഷ്ടപ്പെടുന്നവരുണ്ട് ഈ പ്ലാറ്റ്ഫോമില്? കൃഷി ഇഷ്ടപ്പെടുന്നവര് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. കൃഷി ഇഷ്ടപ്പെടുന്നവര്
യെസ്, എല്ലാവരും കൃഷിനെ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഇനി അല്ലെ, കർഷകരെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? എല്ലാവരും അല്ലെ, കൃഷി ഇഷ്ടപ്പെടുന്നവരും കർഷകരെ സഹായിക്കുന്ന ആഗ്രഹിക്കുന്നവരും മാത്രമല്ല, സ്വന്തമായിട്ട് നമ്മളുടെ വീട്ടിലേക്ക് തന്നെ നല്ല വിഷങ്ങളില്ലാത്ത പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ച് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇന്നിപ്പോ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നവർ. അപ്പൊ നമുക്കറിയാം, ഹരിതസഞ്ജീവനി എന്ന് പറയുന്നത് ഒരു ഇസ്രയേലിയൻ ടെക്നോളജി വെച്ച് വരുന്ന പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഹരിതസഞ്ജീവനി ഒന്ന് മനസ്സിലാക്കുന്നതിനേക്കാളും മുമ്പ് ഇന്ന് നമ്മളുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ രാസവളങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള കൃഷി രീതിയാണ് ഏറ്റവും കൂടുതൽ. അപ്പൊ നമുക്കറിയാം, ഇന്നത്തെ ഒരു മണ്ണിന്റെ അവസ്ഥ എന്ന് വെച്ചാൽ ശരിക്കും ഓർഗാനിക് കാർബൺ 5 മേലെയുള്ള മണ്ണിലാണ് എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്താൽ എന്താ പറയാ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇന്ന് പല സംസ്ഥാനങ്ങളിലും മണ്ണെടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ 0.4 ഉള്ളൂ. ഇങ്ങനെ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ വരും സമയങ്ങളിൽ ഒരു 10, 20, 25 വർഷത്തിനുള്ളിൽ നമ്മളുടെ കൃഷിഭൂമി മണ്ണ് കൃഷിക്ക് അനുയോജ്യമല്ലാത്ത രീതിയിലുള്ള മണ്ണായിട്ട് തീരും. പിന്നെ വിദേശങ്ങളിൽ നിന്നൊക്കെ പഴങ്ങളും പച്ചക്കറികളൊക്കെ ഇമ്പോർട്ട് ചെയ്ത് കഴിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് വരും ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ. ഇന്നത്തെ ഒരു കാലഘട്ടത്തില് നമ്മളുടെ മണ്ണിനെ സംരക്ഷിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമുക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ ഏറ്റവും കൂടുതൽ ജൈവ കൃഷിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഈ രാസവളങ്ങൾ ഉപയോഗിച്ചുള്ള കൃഷി രീതി വന്നതുകൊണ്ട് മണ്ണ് നശിച്ചു എന്ന് മനസ്സിലായി പല വിദേശ രാജ്യങ്ങളിലും ജൈവ കൃഷിയാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അപ്പൊ ഇന്ന് ഇന്ത്യ ആണ് വിദേശ രാജ്യങ്ങളുടെ മാർക്കറ്റ്. രാസവളങ്ങളും ഫെർട്ടിലൈസേഴ്സും കീടനാശിനികളൊക്കെ അല്ലെ, 147 കോടി ജനങ്ങളുണ്ട്. അപ്പൊ നമ്മളുടെ കൃഷിഭൂമിനെ നശിപ്പിക്കാനായിട്ട് വിദേശത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യാണ് പ്രൊഡക്റ്റുകൾ. അപ്പൊ വരും സമയങ്ങളിൽ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ നമ്മളുടെ തലമുറകള് ഇനി എന്താ പറയാ നമ്മുടെ കൃഷി ഭൂമി തന്നെ നശിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ആണ് കാര്യങ്ങൾ പോയിട്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ കുറച്ച് RCM പ്രവർത്തകര് ഹരിതസഞ്ജീവനി എന്ന് പ്രൊമോട്ട് ചെയ്ത് നല്ല രീതിയിലൊക്കെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലും നന്നായിട്ട് മൂർസാർ പറയാറുണ്ട്, നമ്മൾ ചെയ്തതല്ല, ഇതിലും നന്നായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ നമ്മളുടെ ഇന്നത്തെ കൃഷിഭൂമിയുടെ അവസ്ഥ എന്ന് വെച്ചാൽ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ രാസവളങ്ങൾ ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അറിയാം, NPK, നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, ഇതാണ് കൃഷിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന മൂലകങ്ങൾ. അപ്പൊ നമുക്കറിയാം, നൈട്രജന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ യൂറിയ ഉപയോഗിക്കുന്നു. യൂറിയയില് 46% മാത്രമാണ് യൂറിയ ഉള്ളൂ. ബാക്കിയുള്ളത് 54% ക്യാരിയറാ. ഈ ക്യാരിയർ എന്ന് പറഞ്ഞു വരുന്നത് എന്താണ്? പെട്രോളിയം കെമിക്കൽസ് ആണ്, അതുപോലെ തന്നെ പോളിത്തീൻ ആണ്, പ്ലാസ്റ്റിക് ആണ്. ഇതാണ് മണ്ണിലേക്ക് വലിച്ചെറിയുന്നത്. ഈ മണ്ണിലേക്ക് വലിച്ചെറിയുമ്പോൾ നമുക്കറിയാം, മണ്ണ് ഹാർഡാവും. മണ്ണ് ഹാർഡായി കഴിഞ്ഞാൽ മണ്ണില് വായുസഞ്ചാരം ഇല്ലാണ്ടാവും, മണ്ണില് ജലസംഭരണ ശേഷി ഇല്ലാണ്ടാവും. ഒരു മണ്ണിന്റെ ഒരു ഘടന എടുത്തു നോക്കി കഴിഞ്ഞാൽ 25% എയറും 25% വെള്ളം, 45% മിനറൽസും 5% ഓർഗാനിക് കാർബണും ആണ് മണ്ണിന്റെ ഘടന എന്ന് പറയുന്നത്. ഇന്ന് രാസവളങ്ങൾ ഉപയോഗിച്ചുള്ള കൃഷി രീതി വന്നു കഴിഞ്ഞപ്പോ നമ്മുടെ മണ്ണിന്റെ ഘടന തന്നെ മാറിപ്പോയി. മണ്ണ് ഭയങ്കരമായിട്ട് ഹാർഡായി. മണ്ണിൽ വായുസഞ്ചാരം ഇല്ല, ജലസംഭരണ ശേഷി ഇല്ല. പിന്നെ മണ്ണില് കുറെ സൂക്ഷ്മ മൂലകങ്ങളുണ്ട്, സൂക്ഷ്മജീവികളുണ്ട്, കർഷകനെ സഹായിക്കുന്ന സൂക്ഷ്മജീവികളുണ്ട്. മണ്ണീരെ പോലത്തെ സൂക്ഷ്മജീവികളൊക്കെ ഒന്ന് നശിച്ചു. കാരണം മുമ്പൊക്കെ മണ്ണൊന്ന് കളച്ചു കഴിയുമ്പോൾ അവിടെ മണ്ണിര കാണാം. ഇന്ന് മണ്ണിര കാണാനില്ല. എന്നുവെച്ചാൽ രാസവളങ്ങളുടെ ഉപയോഗം മൂലം ഒരു ടീസ്പൂൺ മണ്ണെടുത്ത അതില് ഈ ഭൂമിയില് മനുഷ്യൻ ജീവിക്കുന്നേക്കാളും കൂടുതൽ സൂക്ഷ്മ ജീവികളുണ്ട് എന്ന് പറയുന്നത് കർഷകനെ സഹായിക്കുന്നത്. അപ്പൊ അതൊക്കെ നശിച്ചു. അപ്പൊ അങ്ങനെയുള്ള മണ്ണിലാണ് ഇന്ന് എന്ത് കൃഷി ചെയ്താലും പറയില്ലേ, മണ്ണ് നല്ലതല്ലെങ്കിൽ എന്തൊക്കെ കൃഷി ചെയ്താലും കാര്യമില്ല. ഒരു മണ്ണിര തന്നെ ശരിക്കും കർഷകന്റെ മിത്രമാണ് മണ്ണിര. ഒരു മണ്ണിര 15 മെട്രിക് ടൺ മണ്ണ് ഉഴുതു മറിക്കുന്ന പറയാം. മണ്ണിര ഈർപ്പുള്ള സ്ഥലങ്ങളിലാണ് വളരുള്ളൂ. ഇന്ന് മണ്ണ് ഭയങ്കര ഹാർഡാ, മണ്ണിരനൊന്നും കാണാനില്ല. 15 മെട്രിക് ടൺ മണ്ണ് ഉഴുതു മറിക്കണം എന്നുണ്ടെങ്കിൽ 15 ലിറ്റർ ഡീസൽ വെച്ച് ഒരു JCB വെച്ച് പണിയിപ്പിക്കണം.
അപ്പൊ ഇന്ന് മണ്ണിര പോലത്തുള്ള സൂക്ഷ്മജീവികളൊക്കെ നശിച്ചു, മണ്ണ് തന്നെ നശിച്ചു. അങ്ങനെയുള്ള മണ്ണില് എന്ത് കൃഷി ചെയ്താലും കാര്യമായിട്ടുള്ള ഈൽഡോ വിളവൊന്നും കിട്ടുന്നില്ല. ഇന്ന് പല കൃഷിക്കാരും കൃഷി ഉപേക്ഷിക്കുകയാണ്. എന്താ പറയാ, എക്സ്പെൻസ് കൂടുതലും അതുപോലെ തന്നെ ആദായം, അവർക്ക് കിട്ടുന്ന വരുമാനം വളരെ കുറവാണ്. അവര് ഇറക്കുന്നതിന്റെ എന്താ പറഞ്ഞ ഒരു 10% പോലും കിട്ടാത്തൊരവസ്ഥയാണ് ഇന്ന് പല കർഷകരും അഭിമുഖീകരിക്കണം. പല കർഷകരും കൃഷി നിർത്തി തുടങ്ങി എന്ന് തന്നെ പറയാം. പല കർഷകരായിട്ട് സംസാരിക്കുമ്പോൾ കാര്യമായിട്ടുള്ള വിളവൊന്നും അവർക്ക് കിട്ടുന്നില്ല. ഈ വർഷത്തെക്കാൾ എക്സ്പെൻസ് കൂടുതലാണ് അടുത്ത വർഷം. ഈ വർഷം ഒരു 10 കിലോ യൂറിയ ഉപയോഗിക്കണമെങ്കിൽ അടുത്ത വർഷം അതൊരു 20 കിലോ ആക്കി മാറ്റണം. എക്സ്പെൻസ് കൂടുതലാ, അതുപോലെ തന്നെ വരുമാന ആദായമാണ് വളരെ കുറവ്. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മളുടെ കയ്യിലൊക്കെ ഉള്ള ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഹരിതസഞ്ജീവനി. നമുക്ക് ഒരുപാട് കർഷകരെ സഹായിക്കാനും അതുപോലെ ഒരുപാട് കൃഷിക്കാരും നമ്മളുടെ മണ്ണിനും സംരക്ഷിക്കാൻ പറ്റിയ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമുക്ക് ഹരിതസഞ്ജീവനി എന്ന് പറയുന്നത്. നമ്മളൊക്കെ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കണം. ഇനി ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ ഒരുപാട് ആളുകളിലേക്ക് ഇത് പ്രൊമോട്ട് ചെയ്യണം. പറയില്ലേ, പറയില്ലേ, എന്താ പറയാ, വിഷരഹിതമായ അല്ലെ ഭാരതം, നല്ല പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിച്ച് ആരോഗ്യമുള്ള ഒരു ഭാരതം, അത് നമുക്കൊക്കെ ആർസിംകാർക്കാണ് അതിന് പറ്റുള്ളൂ. നമ്മളൊക്കെ മുൻകൈ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇസ്രേലിയൻ ടെക്നോളജി വെച്ച് വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഹരിതസഞ്ജീവനി. അപ്പൊ നമുക്കറിയാം, ഇസ്രേലിയൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ അതിനെ പറയാം നാനോ ടെക്നോളജി എന്ന് പറയാം. നാനോ ടെക്നോളജി എന്ന് വെച്ചാൽ നമുക്കറിയാം, ഇത് ഇവിടെ 1 ഏക്കർ സ്ഥലത്തേക്ക് 750 ഗ്രാമിന്റെ ഒരു പാക്കറ്റ് മതി. 1/2 ഏക്കർ സ്ഥലത്തേക്ക് 375 ഗ്രാമിന്റെ ഒരു പാക്കറ്റ് മതി. അപ്പൊ നമ്മളെ സാധാരണ എന്താ പറയാ, ഒരു എന്താ പറയാ, ചാണകമൊക്കെ വണ്ടി വിളിച്ച് 2 വണ്ടി കടിച്ച് അല്ലെ ഇടുന്ന കർഷകരെ സംബന്ധിച്ച് 1/2 ഏക്കർ സ്ഥലത്തേക്ക് 375 ഗ്രാമിന്റെ ഒരു പാക്കറ്റ് എന്ന് വെച്ചാൽ ചിലപ്പോൾ അവരെ മെന്റാലിറ്റിയിൽ അത് ഉൾക്കൊള്ളാൻ പറ്റൂല. പക്ഷെ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കണം. നാനോ ടെക്നോളജിയാണ്. നാനോ ടെക്നോളജി എന്ന് വെച്ചാൽ എന്താ, ഇപ്പൊ നമുക്കറിയാം, മുമ്പൊക്കെ ഒരു സിനിമ കാണണമെങ്കിൽ എത്ര DVD മാറി മാറി കാണണം. ഓരോ സിനിമയ്ക്ക് ഓരോ DVD ഉണ്ട്. പക്ഷെ ഇന്ന് നമ്മളുടെ മൊബൈലിലുള്ള ഒരു മെമ്മറി കാർഡ്, കടുക് മണിയുടെ വലുപ്പത്തിലുള്ള ഒരു മെമ്മറി കാർഡിൽ എത്ര സിനിമ കൊള്ളും, എത്ര പാട്ട് കയറ്റാം. ഇതാണ് നാനോ ടെക്നോളജി എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറയാം, ഇതിന്റെ ഒരു ആക്ഷൻ എന്ന് വെച്ചാൽ ന്യൂക്ലിയർ സിസ്റ്റം പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ മണ്ണിൽ കൊടുത്തു കഴിഞ്ഞാൽ സ്പ്രെഡ് ആവും. അപ്പൊ ഹരിതസഞ്ജീവനി നമ്മളൊരു ഗ്ലാസ്സിൽ ഇട്ട് കഴിഞ്ഞാൽ പൊട്ടി 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 ഏകദേശം ഗ്ലാസ് മുഴുവനും ബ്ലാക്ക് കളറായിട്ട് മാറും ഒരു കണിക ഇട്ട് കഴിഞ്ഞാൽ. അപ്പൊ ഒരു ന്യൂക്ലിയർ സിസ്റ്റം പോലെയാണ് മണ്ണിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ 375 ഗ്രാം ഇവിടെ 1/2 ഏക്കർ സ്ഥലത്തേക്ക് മതി. 750 ഗ്രാം 1 ഏക്കർ സ്ഥലത്തേക്ക്, 1 ഏക്കർ സ്ഥലത്തേക്ക് ഇവിടെ മതി. അപ്പൊ ഇസ്രായേലിയൻ ടെക്നോളജി എന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റും നല്ല ടെക്നോളജിയിൽ അഡ്വാൻസ് ആയിട്ടുള്ള കൃഷി രീതിയാണ്. ഏറ്റവും നൂതന കൃഷി രീതിയാണ് ഇസ്രായേലിയൻ ടെക്നോളജി, നാനോ ടെക്നോളജിയാണ്. അപ്പൊ ഇസ്രേലിയ എന്ന് പറഞ്ഞ രാജ്യം ശരിക്കും നമ്മുടെ കേരളത്തിന്റെ 10-1 പോലും അല്ലെ, കാലത്തിന്റെ 3 അല്ലെ, അത്രയ്ക്ക് പോലും വലിപ്പമില്ല ആ രാജ്യം. അങ്ങനെയുള്ള ആ ഇസ്രേലിയയില് നമ്മളുടെ PPT ഓക്കെ ആണോ? ഓക്കെ. ഇസ്രേലിയ അല്ല, കേരളത്തിന്റെ അത്രയ്ക്കും പോലും വലിപ്പില്ലാത്ത ഒരു ഇസ്രേലിയയില് ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ പഴങ്ങളും പച്ചക്കറികളും കയറ്റി വിടുന്നത് ഇസ്രേലിയ എന്ന് പറഞ്ഞ രാജ്യത്ത് നിന്നാണ്. അവിടുത്തെ നാനോ ടെക്നോളജിയാണ്. മാത്രമല്ല അവരുടെ അഡ്വാൻസ് ടെക്നോളജിയാണ് ശരിക്കും. നമ്മളുടെ എന്താ പറയാ, ഇവിടുത്തെ പോലെ മഴയൊന്നും കിട്ടൂല, ഭൂമിയൊക്കെ വരണ്ടിരിക്കണേ. അങ്ങനെയുള്ള ഒരു കാലാവസ്ഥയിൽ പോലും വിത്തിട്ട മുളക്കില്ല. അങ്ങനെയുള്ള ഒരു കാലാവസ്ഥയിൽ പോലും അവർ കൃഷി ചെയ്ത് ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ പഴങ്ങളും പച്ചക്കറികളും കയറ്റി വിടുന്ന ഒരു ടെക്നോളജിയാണ് ഇസ്രേലിയൻ ടെക്നോളജി. ആ ഇസ്രേലിയൻ ടെക്നോളജിയിൽ വരുന്ന വളമാണ് നമുക്ക് ഇവിടെ ഹരിതസഞ്ജീവനി. അപ്പൊ നമുക്ക് ഈ ഇതിനെ കുറിച്ചൊന്ന് ഹരിതസഞ്ജീവനി ഏതൊക്കെ പ്രൊഡക്റ്റുകൾ ഉണ്ട് അതിനെ കുറിച്ചൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, ഇവിടെ നമുക്ക് ഇപ്പൊ നമ്മള് ഇവിടെ കാണുന്നത് ഹരിതസഞ്ജീവിന്റെ എല്ലാ പ്രൊഡക്റ്റുകളാണ്. ഡിഫൻഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ ഫംഗസ് പോലുള്ള അസുഖങ്ങൾക്കൊക്കെ ഏറ്റവും, കുമിൾ രോഗങ്ങൾക്കൊക്കെ ഏറ്റവും ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ഗാർഡൻ ഗോൾഡ് ഹരിതസഞ്ജീവനി എന്ന് പറഞ്ഞ ശ്രേണിയില് ബാക്കിയൊക്കെ മണ്ണിലേക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകളാണ്. ഹരിതസഞ്ജീവനി വളം എന്ന് പറയുന്നത് ഗാർഡൻ ഗോൾഡ് മാത്രമേ ഉള്ളൂ.
അതുപോലെ തന്നെ ഷുഗർ കരിമ്പിന് ഉപയോഗിക്കുന്നതാ. സോയിൽ ഹെൽത്ത് സ്പെഷ്യല് മണ്ണിന്റെ മണ്ണിന്റെ pH കറക്റ്റ് ആക്കാനും മണ്ണിനെ നന്നാക്കാനുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. RC മീലാപ്പ് വെള്ളത്തിന്റെ pH കറക്റ്റ് ആക്കാനായിട്ടുള്ളതാണ്. പിന്നെ ഹരിത സഞ്ജീവനി അതിൽ 4 സ്റ്റേജ് ഉണ്ട്, പറഞ്ഞുതരാം. റാപ്പിഡ് ജൈവ കീട പ്രതിരോധിനി ഫ്രൂട്ട് സ്പെഷ്യല്, നമുക്ക് എന്താ പറയാ പൂക്കൾ കൊഴിയാതിരിക്കാനും പഴങ്ങൾക്കൊക്കെ നല്ല വലിപ്പം ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. മാക്സ് ഒരു എന്താ പറയാ സ്പ്രേ ചെയ്യുന്ന ഒരു പശയാണ്. അതുപോലെ ഹെൽത്ത് കിറ്റ്, ഇതൊക്കെയാണ് നമുക്ക് ഹരിതസഞ്ജീവനിൽ വരുന്ന പ്രൊഡക്റ്റുകൾ. അപ്പൊ നമുക്ക് നോക്കാം ഓരോ പ്രൊഡക്റ്റുകൾ. നെക്സ്റ്റ് സാർ. അപ്പൊ നമുക്കറിയാം മണ്ണിന് നമുക്ക് മണ്ണിന്റെ ആരോഗ്യം, മണ്ണിന് ആരോഗ്യം ഉണ്ടെങ്കിലാണ് ചെടിക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്കറിയാം ഇന്ന് മണ്ണെടുത്ത് നോക്കുമ്പോ ഓർഗാനിക് കാർബൺ വളരെ മണ്ണില് ജീവനില്ലാത്ത മണ്ണാണ്. മണ്ണിൽ കുറെ സൂക്ഷ്മ മൂലകങ്ങളുണ്ട്, കാർബൺ, സിങ്ക്, അങ്ങനെ ഒരുപാട്. മനുഷ്യ ശരീരത്തിൽ എത്ര മൂലകങ്ങളുണ്ട് അതൊക്കെ മണ്ണിലുണ്ട്. ആ മണ്ണ് നന്നായി കഴിഞ്ഞാൽ ആ മണ്ണിലെ മൂലങ്ങളാണ് ചെടി വലിച്ചെടുത്ത് പഴങ്ങളിലേക്കും അതുപോലെ തന്നെ കായ്കളിലേക്കൊക്കെ തരുന്നത്. അപ്പൊ മണ്ണ് നല്ല മണ്ണല്ലെങ്കിലോ മണ്ണിൽ പോഷകങ്ങൾ ഇല്ലെങ്കിലോ ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും പോഷകങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് വിറ്റാമിൻസും മിനറൽസും ഒക്കെ നമുക്ക് ഇന്ന് ന്യൂട്രീഷൻ സപ്ലിമെന്റുകളായിട്ട് കൂടുതൽ ആഡ് ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ നമുക്ക് മണ്ണിന് ആരോഗ്യം ഉണ്ടെങ്കിലാണ് ചെടിക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ. ചെടിക്ക് ആരോഗ്യം ഉണ്ടെങ്കിലാണ് നമ്മൾ കഴിക്കുന്ന മനുഷ്യന് ആരോഗ്യം ഉണ്ടാവുള്ളൂ. ആ മണ്ണിലെ പോഷകങ്ങളാണ് നമുക്ക് ചെടികളിലൂടെ വലിച്ചെടുത്ത് മനുഷ്യ ശരീരത്തിലേക്ക് കിട്ടുന്നത്. അപ്പൊ ഇവിടെ ആരോഗ്യകരമായ വിള എങ്ങനെ ലഭിക്കാം? അപ്പൊ നമുക്കറിയാം ഒരു ചെടി നല്ല വിള കിട്ടണമെന്നുണ്ടെങ്കിൽ സോയിൽ നല്ല ആരോഗ്യമുള്ള മണ്ണ് വേണം. അതുപോലെ തന്നെ പ്ലാന്റ് ഹെൽത്ത്, ചെടിക്ക് ആരോഗ്യം വേണം. ചെടിക്ക് ആരോഗ്യം വേണമെങ്കിൽ ചെടിക്ക് ശരിയായ രീതിയിൽ ന്യൂട്രിയൻസ് കിട്ടണം. അതുപോലെ തന്നെ ഡിസീസ്, രോഗങ്ങളിൽ നിന്ന് മുക്തി, അതുപോലെ തന്നെ പെസ്റ്റ്, കീടങ്ങളിൽ നിന്നുള്ള മുക്തി, അതൊക്കെ ചെടിയുടെ ആരോഗ്യം കിട്ടാനായിട്ട് നമുക്ക് എല്ലാവരും ഉണ്ട് ഇവിടെ എങ്ങനെയാ പരിഹരിക്കാന്ന് പറഞ്ഞുതരാം. അതുപോലെ വാട്ടർ മാനേജ്മെന്റ്, ശരിയായ രീതിയിൽ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ നല്ല ചെടി നന്നായിട്ട് വളർന്ന് ആരോഗ്യകരമായിട്ടുള്ള ഒരു വിളവ് കിട്ടാനായിട്ട് നമുക്ക് സഹായിക്കും. ഓക്കെ, അടുത്താണ് നമുക്ക് ഹരിതസഞ്ജീവനി. ഇതാണ് നമുക്ക് ഏറ്റവും ഫസ്റ്റ് RCMലൂടെ വന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഹരിതസഞ്ജീവനിയിൽ വന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇവിടെ നമുക്ക് ഇതിൽ 4 പാക്കറ്റ് ഉണ്ട്. ഹരിതസഞ്ജീവനി എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം വന്ന പ്രൊഡക്റ്റ് ആണ്. അത് 375 ഗ്രാമിന്റെ പാക്കറ്റ് ഉണ്ട്, 750 ഗ്രാമിന്റെ പാക്കറ്റ് ഉണ്ട്. 375 ഗ്രാമിന്റെ പാക്കറ്റ് 1/2 ഏക്കർ സ്ഥലത്തേക്കും 750 ഗ്രാമിന്റെ പാക്കറ്റ് 1 ഏക്കർ സ്ഥലത്തേക്കും. അപ്പൊ ഹരിതസഞ്ജീവനിയുടെ പ്രത്യേകത, ഇതൊരു പ്രകൃതിദത്തമായ ഉൽപ്പന്നം, അതായത് ജൈവ ഉൽപ്പന്നം. കെമിക്കൽ സ്പ്രേയിൽ 20 മുതൽ 40% വരെ ലാഭിക്കുന്നു. വിളവ് 25 മുതൽ 50% വരെ വർദ്ധിക്കുന്നു. ഒരുപാട് കർഷകർക്ക് ഹരിതസഞ്ജീവനി ഉപയോഗിച്ചിട്ട് നല്ല രീതിയിലുള്ള ഈൽഡ് കിട്ടിയിട്ടുണ്ട്. നെല്ലിനൊക്കെ സാധാരണ 2200 കിലോ കിട്ടാറുള്ള സ്ഥാനത്ത് 3200 ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് മനുഷ്യർക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും പരിസ്ഥിതിക്കും പൂർണ്ണമായും സുരക്ഷിതമാണ്. ഇത് എന്താ പറയാ ഒരു ഇതിൽ പ്രകൃതിക്കോ മനുഷ്യനോ പക്ഷിമൃഗാദികൾക്കോ ഒരു ദോഷമില്ല. ഹരിതസഞ്ജീവനി പ്രൊഡക്റ്റ് ഓർഗാനിക് പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ നമുക്കറിയാം ഹരിതസഞ്ജീവനിയില് ഒരു പാക്കറ്റിൽ ഇങ്ങനെ 4 പാക്കറ്റാണ് വരുന്നത്. 4 പാക്കറ്റില് ഇസ്രായേലിയൻ ടെക്നോളജി എന്ന് വെച്ചാൽ നമ്മളുടെ ഇവിടെ കർഷകരൊക്കെ ചെടി വളരുമ്പോഴും പൂവുണ്ടാവുമ്പോഴും കായ് ഉണ്ടാവുമ്പോഴും കൂടുതലും മണ്ണിലാണ് വളം ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഇസ്രായേലിയൻ ടെക്നോളജി അവര് ആദ്യം മണ്ണിൽ വളം ചെയ്യും, പിന്നെ ഇലകൾ വരുമ്പോ ഇലകളിലേക്കും, പൂക്കൾ വരുമ്പോൾ പൂക്കളിലേക്കും, കായ്ക്കൾ വരുമ്പോൾ കായ്കളിലേക്കും സ്പ്രേ ചെയ്യും. പൂക്കൾ വരുമ്പോൾ സ്പ്രേ ആണ് ചെയ്യുന്നത്, കായ്കളിലേക്കും പൂക്കളിലേക്കും കായ്കളിലേക്കും സ്പ്രേ ആണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ അങ്ങനെ ഒരു ടെക്നോളജിയിൽ വരുന്നതാണ്. അപ്പൊ ആദ്യം നമ്മൾ മണ്ണിലേക്ക് കൊടുക്കേണ്ടതാണ്, സ്റ്റേജ് നമ്പർ 1 എന്ന് പറയുന്നത്. അപ്പൊ ഇത് ശരിക്കും ഒരു ജെർമിനേഷൻ, അതായത് ചെടി നട്ട് ഒരു 30 ദിവസത്തിനുള്ളിൽ നമ്മൾ ചെയ്യണം. സ്റ്റേജ് നമ്പർ 1 375 ഗ്രാമാണ് ശരിക്കും പറഞ്ഞത്. അത് 1/2 ഏക്കർ സ്ഥലത്തേക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ 250 ഗ്രാമിന്റെ പാക്കറ്റ് ആണ് 1 ഏക്കർ സ്ഥലത്തേക്ക് വരുന്നത് സ്റ്റേജ് നമ്പർ 1. അത് നമുക്ക് ഉപയോഗിക്കേണ്ട രീതി എന്ന് വെച്ചാൽ മണ്ണിലേക്ക് കൊടുക്കേണ്ടതാണ്. സ്റ്റേജ് നമ്പർ 1 മണ്ണിലേക്ക് കൊടുക്കേണ്ടതാണ്. നമുക്കൊന്നില്ലെങ്കിൽ ആ കൃഷിഭൂമിയിൽ ഉണങ്ങിയ മണ്ണായിട്ട് മിക്സ് ചെയ്ത് ഇത് കൊടുക്കാം, അല്ലെങ്കിൽ ജൈവവളങ്ങളുടെ കൂടെയോ രാസവളങ്ങളുടെ കൂടെയോ മിക്സ് ചെയ്ത് നമുക്ക് സ്റ്റേജ് നമ്പർ 1 ചെടികൾക്ക് കൊടുക്കാൻ പറ്റും. ചെടികൾ, തക്കാളി, വെണ്ട, വഴുതനങ്ങ, അതുപോലെ തന്നെ മാവ്, എല്ലാ നെല്ലിനൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പൊ ഓരോ കൃഷികൾക്ക് എങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യം ലാസ്റ്റ് ഈ ഒരു പ്രൊഡക്റ്റ് പറഞ്ഞതിന് ശേഷം ഞാൻ പറയാം. സ്റ്റേജ് നമ്പർ 1 മണ്ണിലേക്ക് കൊടുക്കുന്നതാണ്.
സ്റ്റേജ് നമ്പർ 1 മണ്ണിലേക്ക് കൊടുക്കുമ്പോൾ മണ്ണിന്റെ pH കറക്റ്റ് ആകാനായിട്ട് സഹായിക്കും. ഇപ്പൊ നമുക്കറിയാം ഇന്ന് പല കൃഷിഭൂമിയിലും മണ്ണെടുത്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ pH കറക്റ്റ് അല്ല. അപ്പൊ pH കറക്റ്റ് ആയിട്ടുള്ള ഒരു മണ്ണിലാണ് സൂക്ഷ്മ മൂലകങ്ങൾ വലിച്ചെടുത്ത് ചെടിക്ക് പോഷകമായിട്ട് മാറുള്ളൂ. അപ്പൊ pH കറക്റ്റ് അല്ലെങ്കിൽ മണ്ണിൽ നിന്നുള്ള പോഷകങ്ങൾ വലിച്ചെടുക്കാനായിട്ട് ചെടിക്ക് സഹായിക്കില്ല. അപ്പൊ pH കറക്റ്റ് ആയിട്ടുള്ള ഒരു മണ്ണാണെങ്കിൽ ശരിയായ രീതിയിൽ ചെടി മണ്ണിൽ നിന്ന് പോഷകങ്ങൾ വലിച്ചെടുക്കാനായിട്ട് സഹായിക്കും. പിന്നെ അതുപോലെ തന്നെ സ്റ്റേജ് നമ്പർ 1 ഉപയോഗിക്കുമ്പോൾ മണ്ണ് സോഫ്റ്റ് ആവാനായിട്ട് സഹായിക്കും. വർഷങ്ങളായിട്ട് മണ്ണിൽ അലിയാണ്ട് കിടക്കുന്ന രാസഘടകങ്ങൾ അലിയിച്ച് കളയാനായിട്ട് സഹായിക്കും. പിന്നെ മണ്ണ് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ മണ്ണിൽ നന്നായിട്ട് വായുസഞ്ചാരം ഉണ്ടാവും, ജലസംഭരണ ശേഷി ഉണ്ടാവും. സ്റ്റേജ് നമ്പർ 1 ഉപയോഗം കൊണ്ട് മണ്ണില് മണ്ണിരെ പോലത്തെ സൂക്ഷ്മജീവികൾ ഉണ്ടാവാനായിട്ട് സഹായിക്കും സ്റ്റേജ് നമ്പർ 1 ഉപയോഗിക്കുമ്പോൾ. അപ്പൊ മണ്ണിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് സ്റ്റേജ് നമ്പർ 1 എന്ന് പറയുന്നത്. ഇനി അടുത്താണ് സ്റ്റേജ് നമ്പർ 2. സ്റ്റേജ് നമ്പർ 2 വെജിറ്റേറ്റീവ് ഗ്രോത്ത് എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ അല്ലെ നമ്മള് എന്താ പറയാ, ഇലകളൊക്കെ വന്നു കഴിയുമ്പോൾ ഇത് 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്യണം. അതിന്റെ കൂടെ സ്പ്രേ മാക്സും നമുക്ക് ആഡ് ചെയ്യാം, റാപ്പിഡ് അതുപോലെ തന്നെ മീലാപ്പും കൂടി ആഡ് ചെയ്യാം. അത് മീലാപ്പിലേക്ക് വരുന്നുള്ളൂ. അപ്പൊ സ്റ്റേജ് നമ്പർ 2 ഇലകളൊക്കെ വരുമ്പോൾ സ്പ്രേ ചെയ്യുന്ന രീതിയാണ്. അപ്പൊ ഓരോ വിളക്ക് എങ്ങനെയാണെന്നുള്ള രീതി അവസാനം ഞാൻ പറഞ്ഞുതരും. ഓക്കെ, സ്പ്രേ ചെയ്യുന്നതാണ്, ഇലകൾ വരുമ്പോൾ ഇലകളിലേക്ക് സ്പ്രേ ചെയ്യുന്നതാണ്. അപ്പൊ ഇലകളിലേക്ക് സ്പ്രേ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ മണ്ണിൽ നിന്ന് പോഷകങ്ങൾ വലിച്ചെടുത്താൽ ചെടി നല്ല ശക്തിയായിട്ട് വളരാനായിട്ട് സഹായിക്കും നന്നായിട്ട്. അതുപോലെ തന്നെ ഇലകൾ നല്ല വലുപ്പത്തിൽ വളരും. സ്റ്റേജ് നമ്പർ 2 ഉപയോഗം നിമിത്തം നന്നായിട്ട് ക്ലോറോഫിൽ, ഹരിതകമൊക്കെ കൂടുതലുണ്ടാവും ഇലകൾക്ക്. അല്ലെ, നമുക്കറിയാം ചെടിയുടെ അടുക്കളയാണ് ഇല എന്ന് പറയുന്നത്. ഇലകൾ എത്ര നല്ല ക്ലോറോഫിലും ഇലകൾ എത്ര നല്ല വലുപ്പത്തിൽ വളരുന്നോ ആ ചെടി നല്ല എന്താ പറയുക ഉഷാറായിട്ട് നല്ല പ്രതിരോധ ശേഷിയോടുകൂടി വളരും. പിന്നെ മാത്രമല്ല നന്നായിട്ട് ഹെയർ റൂട്ട്സുകളൊക്കെ ഉണ്ടാവാനായിട്ട് സഹായിക്കും സ്റ്റേജ് നമ്പർ 2 ഉപയോഗം നിമിത്തം. അതുപോലെ തന്നെ സ്റ്റേജ് നമ്പർ 3 ഫ്ലവറിംഗ് ട്രീറ്റ്മെന്റ് ആണ് മൂന്നാമത്തെ. സ്റ്റേജ് നമ്പർ 2 സ്പ്രേ ചെയ്യുന്നതാണ്. അത് 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്യണം, ചെടികളിലേക്ക് സ്പ്രേ ചെയ്യണം. എപ്പോഴും സ്പ്രേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെടിയുടെ ചൂടൊന്ന് നനഞ്ഞിരിക്കണം. രാവിലെ 11 മണിക്കുള്ളിലും വൈകിട്ട് ഒരു 4 മണിക്ക് ശേഷമാണ് സ്പ്രേ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ സ്റ്റേജ് നമ്പർ 3 ഫ്ലവറിംഗ് ട്രീറ്റ്മെന്റ് എന്ന് പറയും. ഫ്ലവറിംഗ് ഇപ്പൊ നമുക്കറിയാം ഇന്ന് പൂക്കളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഒരുപാട് പൂക്കള് കൊഴിഞ്ഞു പോകും. അതുപോലെ തന്നെ ഈ പൂക്കൾ ഉണ്ടാവുന്ന സമയത്താണ് ഗർഭിണികളുടെ അവസ്ഥ എന്ന് പറയണേ ചെടികളെ. ആ സമയത്താണ് ശരിക്കും ചെടിക്ക് ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ, കീടങ്ങളുടെ ആക്രമണങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്നത് ചെടിക്ക് പൂക്കൾ ഉണ്ടാവുന്ന സമയത്താണ്. അപ്പൊ അവിടെയാണ് സ്റ്റേജ് നമ്പർ 3 ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കാർബണിന്റെയും കാർബണിന്റെയും നൈട്രജന്റെയും റേഷ്യോ കറക്റ്റ് ആക്കിക്കൊണ്ട് ആ ചെടിക്ക് നല്ല രീതിയിലൊരു രോഗപ്രതിരോധ ശേഷി കൊടുക്കാനും പിന്നെ മാത്രമല്ല പൂക്കൾ കൊഴിഞ്ഞു പോവാതിരിക്കാനും ഉണ്ടാവുന്ന പൂക്കളായിട്ട് മാറാനായിട്ട് സഹായിക്കും ആ ചെടിക്ക് നല്ല രോഗപ്രതിരോധ ശേഷി കൊടുത്തുകൊണ്ട്. അപ്പൊ നമുക്കറിയാം ആ കൊഴിഞ്ഞു പോകുന്ന പൂവ് തന്നെ നമുക്കൊന്ന് കായായി കിട്ടിയ എത്ര കർഷകർക്ക് എത്രയോ ലാഭം കിട്ടും. അപ്പൊ സ്റ്റേജ് നമ്പർ 3 ഒരു ഫ്ലവറിംഗ് ട്രീറ്റ്മെന്റ് ആണ്. പിന്നെ നമുക്ക് അടുത്താണ് സ്റ്റേജ് നമ്പർ 4 ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ സ്പ്രേ ചെയ്യുന്നതാണ്. ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ സ്പ്രേ ചെയ്യുന്നതാണ്. അപ്പൊ നമുക്കറിയാം ഒരു തക്കാളിയൊക്കെ ശരിക്കും അതിന്റെ മെച്യൂരിറ്റി സ്റ്റേജിലാണ് സ്പ്രേ ചെയ്യുന്നത്. ഇത് സ്പ്രേ ചെയ്യേണ്ടതാണ് 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിലാണ് സ്റ്റേജ് നമ്പർ 4 സ്പ്രേ ചെയ്യേണ്ടത്. 3 സ്പ്രേ ചെയ്യേണ്ടതാണ്. ഇപ്പൊ മെച്യൂരിറ്റി സ്റ്റേജിൽ ഇപ്പൊ തക്കാളിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കറിയാം ചെടിയുടെ മക്കളാണ് കായ്കൾ എന്ന് പറയുന്നത്. കൂടുതൽ പോഷകങ്ങൾ വലിച്ചെടുത്ത് കായ്കളിലേക്ക് കൊടുക്കും. ഇലകളിലേക്കുള്ള പോഷകങ്ങളെ ചെടി സപ്ലൈ കട്ട് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുക, കായ്കൾ ഉണ്ടായി വരുമ്പോൾ ഇലകൾ കൊഴിഞ്ഞു പോവും, ഇലകൾ പഴുത്തു പോവും. അപ്പൊ അങ്ങനെ വരുമ്പോ ആദ്യം ഉണ്ടാവുന്ന കായ്കൾ വലുതായിട്ട് വരും, പിന്നെ ഉണ്ടാവുന്നതൊക്കെ ചെറുതായിട്ട് വരും. അപ്പൊ ഇലകൾ ഉണ്ടെങ്കിലാണ് കായ്കളിലേക്കൊക്കെ പോഷകങ്ങൾ ശരിയായ രീതിയിൽ എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇലകൾ കൊഴിഞ്ഞു പോയാൽ കായ്കൾ ചെറുതായി വരും. അപ്പൊ സ്റ്റേജ് നമ്പർ 4 ഉപയോഗിക്കുമ്പോ ഇലകൾ കൊഴിഞ്ഞു പോവാതെ ഇലകളെ പിടിച്ചു നിർത്താനും ഇലകളിലേക്കും കായ്കളിലേക്കും ഒരേപോലെ പോഷകങ്ങൾ ചെടി വലിച്ചെടുത്ത് കൊടുക്കും. അപ്പൊ ഇലകളൊന്നും കൊഴിഞ്ഞു പോവാത്തത് കൊണ്ട് ഇപ്പൊ തക്കാളിക്ക്
ഒരേ വലിപ്പത്തിലുള്ള തക്കാളി കിട്ടും, ഒരേ വലിപ്പത്തിലുള്ള ഫ്രൂട്ട്സ് ഒക്കെ കിട്ടാനായിട്ട് സഹായിക്കും. അതാണ് സ്റ്റേജ് നമ്പർ 4 ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഗുണം. അപ്പൊ ഫസ്റ്റ് നമ്മൾ മണ്ണിൽ കൊടുക്കേണ്ടതാണ്, അതെപ്പോഴും നോട്ട് ചെയ്ത് വെക്കുക. 2ഉം 3ഉം 4ഉം നമ്മൾ ശരിക്കും അത് 1 ഗ്രാം 1 ലിറ്റർ എന്ന തോതിൽ സ്പ്രേ ചെയ്യേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് സാർ. അപ്പൊ ഞാൻ പറഞ്ഞത് തന്നെയാണ് സ്റ്റേജ് നമ്പർ 1 എന്താണ്, 1 ഏക്കറിന് 250 ഗ്രാം മണ്ണിലെ ഫലഭൂയിഷ്ടവും ഉൽപാദനക്ഷമവുമാക്കുന്നതിനുള്ള ഒരു അതുല്യമായ ചികിത്സ. പ്രയോഗ സമയം എല്ലാ സീസണുകളിലും വരുന്ന എല്ലാതരം വിളകൾക്കും നടുന്ന സമയത്ത് അല്ലെങ്കിൽ നടീലിന് ശേഷം 30 ദിവസം വരെ, 30 ദിവസത്തിനുള്ളിൽ സ്റ്റേജ് നമ്പർ 1 ഉപയോഗിക്കണം. ഓക്കെ, നെക്സ്റ്റ്. മണ്ണിൽ എങ്ങനെ ഉപയോഗിക്കാം? ഏതെങ്കിലും രാസജൈവ വളങ്ങളുമായിട്ട് മിക്സ് ചെയ്ത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആ കൃഷിഭൂമിയിലെ 40-50 കിലോഗ്രാം വരെ ഉണങ്ങിയ മണ്ണിൽ കലർത്തി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡ്രെഞ്ചിങ് ആൻഡ് ഡ്രിപ്പ് ഇറിഗേഷൻ വഴി ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് സാർ. ഇവിടെ ഒരു ചാർട്ട് കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഒരു മണ്ണിന്റെ ഘടനയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നോക്കിയ എയർ അല്ല, 20-30% എയർ, 45% മിനറൽസ്, 20-30% വാട്ടർ, ഓർഗാനിക് കാർബൺ 5%. പല കൃഷിഭൂമിയിൽ നിന്ന് മണ്ണ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഓർഗാനിക് കാർബൺ 5-ൽ താഴെയാണ്. മണ്ണിൽ ജീവനില്ലാത്ത മണ്ണാണ്. അങ്ങനെയുള്ള മണ്ണിൽ എന്തൊക്കെ കൃഷി ചെയ്താലും കാര്യമായിട്ടുള്ള വിളവ് ലഭിക്കില്ല. അപ്പൊ ഹരിതസഞ്ജീവിനിയുടെ ഫസ്റ്റത്തെ സ്റ്റേജ് ഉപയോഗം മൂലം മണ്ണിലെ ഓർഗാനിക് കാർബണിന്റെ അളവ് വർദ്ധിക്കാനും അതുപോലെ മണ്ണിന്റെ pH വർദ്ധിക്കാനും. ഇപ്പൊ pH 6 തുടങ്ങി 7 വരെയാണ് pH, മണ്ണിന്റെ pH. ആ pH കറക്റ്റ് ആക്കാനും ഇപ്പൊ ഹരിതസഞ്ജീവിന്റെ MD പറഞ്ഞ ഒരു കാര്യമുണ്ട്, തുടർച്ചയായിട്ട് 3 വർഷം ഒരു കൃഷിഭൂമിയില് ഹരിതസഞ്ജീവിനി സ്റ്റേജ് നമ്പർ 1 സോയിൽ ഹെൽത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഗ്യാരണ്ടി ആണ് ആ മണ്ണിന്റെ pH കറക്റ്റ് ആവും. അപ്പൊ മണ്ണിന്റെ pH കറക്റ്റ് ആക്കാനും അതുപോലെ തന്നെ മണ്ണിൽ വായുസഞ്ചാരം, ജലസംഭരണ ശേഷിയും, pH കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്കറിയാം കുറെ മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്, സിങ്ക്, ബോറോൺ, അയൺ, മാഗ്നീസ്, കോപ്പർ. ഇതൊക്കെ pH കറക്റ്റ് ആയാലാണ് ഈ സൂക്ഷ്മ മൂലങ്ങൾ വലിച്ചെടുക്കാനായിട്ട് pH കറക്റ്റ് ആയാലാണ് ചെടിക്ക് കഴിയുള്ളൂ. അപ്പൊ pH ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, pH കറക്റ്റ് ആക്കാന്നുള്ളത് മണ്ണിന്റെ pH കറക്റ്റ് ആക്കാനായിട്ട് സഹായിക്കും. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് സാർ. ഓക്കെ, ബയോളജിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. അപ്പൊ നെക്സ്റ്റ് സാർ. കണ്ട മണ്ണിനെ പോലത്തെ സൂക്ഷ്മജീവികളൊക്കെ ഉണ്ടാവാനായിട്ട് സഹായിക്കും സ്റ്റേജ് നമ്പർ 1ന്റെ ഉപയോഗ നിമിത്തം. അടുത്താണ് ഹരിതസഞ്ജീവിനി ഫസ്റ്റ് സ്റ്റേജിന്റെ പ്രയോജനങ്ങൾ. ലയിക്കാത്ത ധാതുക്കൾ മണ്ണിൽ ലയിച്ച് സുഷിരങ്ങളുള്ള മണ്ണുണ്ടാക്കുന്നു. മണ്ണിന്റെ ജലസംഭരണ ശേഷി വർദ്ധിപ്പിക്കുന്നു. വിളയുടെ വെളുത്ത വേരുകൾക്ക് കൂടുതൽ വളർച്ച. നന്നായിട്ട് ഹെയർ റൂട്ട്സ് ഉണ്ടാവും. ചെറിയ ചെറിയ നല്ല അടിയിലേക്ക് പോണ വേരുണ്ട്, നന്നായിട്ട് നാരി വേരുകൾ ഉണ്ടാവും, തലമുടി നാര് പോലെ കുറെ നാരി വേരുകൾ ഉണ്ടാവും സ്റ്റേജ് നമ്പർ 1ന്റെ ഉപയോഗ നിമിത്തം. പിന്നെ വിളകൾക്ക് സൂക്ഷ്മ പോഷകങ്ങൾ നൽകാൻ സഹായിക്കുന്നു. മണ്ണിൽ ഗുണകരമായ സൂക്ഷ്മ സസ്യജാലങ്ങളുടെ വളർച്ച, മണ്ണിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. മണ്ണിൽ ജൈവ കാർബൺ വർദ്ധിക്കുന്നു സ്റ്റേജ് നമ്പർ 1ന്റെ ഉപയോഗ നിമിത്തം. നെക്സ്റ്റ് സ്ലൈഡ് സാർ. ഹരിതസഞ്ജീവിനി സ്റ്റേജ് നമ്പർ 2 നമുക്കറിയാം. സ്റ്റേജ് നമ്പർ 2 സ്പ്രേ ചെയ്യേണ്ടതാണ്. വിളകളുടെ സന്തുലിതമായ വളർച്ചയെ സഹായിക്കുന്നു. ഇലകളുടെ വലിപ്പം കൂടുകയും വർദ്ധിക്കുകയും ചെയ്യുന്നു. ക്ലോറോഫിൽ സാന്ദ്രത വർദ്ധിപ്പിക്കുന്നു. ഹരിതകം പ്രകാശ സംശ്ലേഷണം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. വിളകളുടെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുന്നു. വേഗത്തിൽ എളുപ്പത്തിലും ഓർഗാനിക് നൈട്രജൻ നൽകുന്നു. വിളയിലൂടെ ആഗിരണശേഷി വർദ്ധിപ്പിക്കുന്നു സ്റ്റേജ് നമ്പർ 2ന്റെ ഉപയോഗ നിമിത്തം. ഓക്കെ സാർ. സ്റ്റേജ് നമ്പർ 3 പറഞ്ഞു ഫ്ലവറിംഗ് ട്രീറ്റ്മെന്റ് ആണെന്ന് പറഞ്ഞു. കായ്ക്കളുടെ ശാഖകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. പെൺപൂക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു സ്റ്റേജ് നമ്പർ 3 ഉപയോഗ നിമിത്തം. വിളയുടെ പ്രത്യുൽപാദന സമയത്ത് ആവശ്യമായ പ്രത്യേക ധാതുക്കൾ നൽകുന്നു. വിളയുടെ ശക്തമായ വളർച്ച ഞാൻ പറഞ്ഞു. പിന്നെ CN റേഷ്യോ കറക്റ്റ് ആക്കുന്നു. ആ ചെടിക്ക് നല്ല രീതിയിൽ രോഗപ്രതിരോധ ശേഷി നൽകുന്നു. പൂക്കൾ കൊഴിയുന്നത് കുറയ്ക്കാൻ സഹായിക്കുന്നു സ്റ്റേജ് നമ്പർ 3 ഉപയോഗ നിമിത്തം. നെക്സ്റ്റ് സാർ. 4ാമത്തെ പറഞ്ഞു നമുക്കറിയാം, മെച്യൂരിറ്റി സ്റ്റേജിൽ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാകുന്ന സ്റ്റേജിൽ ഉപയോഗിക്കേണ്ടതാണ്. ഇലകളും പഴങ്ങളും സന്തുലിതമായ പോഷകങ്ങൾ നൽകാൻ സഹായിക്കുന്നു. വിളകളുടെ പഴങ്ങളുടെയും സന്തുലിത വളർച്ച, ഓരോ വലിപ്പത്തിൽ ഒരേ അച്ചില് എന്താ പറയാ വാർത്ത പോലെ പഴങ്ങൾ ഉണ്ടാവാനായിട്ട് സഹായിക്കും. അടിപ്പടലും മുകളിലെ പടലും അതുപോലെ തന്നെ ഓരോ വലിപ്പത്തിൽ ഫ്രൂട്ട്സുകൾ ഉണ്ടാവും. പഴങ്ങൾ നന്നായി ക്രമീകരിക്കാൻ സഹായിക്കുന്നു. പിന്നെ സ്റ്റേജ് നമ്പർ 4ന്റെ ഉപയോഗ നിമിത്തം നമുക്ക് സാധാരണ വിളവ് എടുക്കുന്ന വിളവിന്റെ ഒരു തീയതിക്ക് മുമ്പായിട്ട് നമ്മളുടെ പഴങ്ങളൊക്കെ റെഡി ആവും. ഇപ്പൊ വാഴയ്ക്കായാലും ഉപയോഗിച്ചാൽ നേരത്തെ വാഴക്കൊല വെട്ടാൻ പറ്റും.
പിന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. നമ്മുടെ ഹരിസഞ്ജീവനി ഉപയോഗിച്ച് കൃഷി ചെയ്ത എന്താ പറയാ, വെണ്ടയ്ക്കായാലും വഴുതനങ്ങ ആയാലും ഏത് പച്ചക്കറികളായാലും നല്ല വെരി വെരി ടേസ്റ്റിയാണ്. പിന്നെ ജലസമ്മർദ്ദം ഒരു പരിധി വരെ നിർത്തുന്നു, പൂക്കളും പഴങ്ങളും കൊഴിയുന്നത് തടയുന്നു. സ്റ്റേജ് നമ്പർ 4. ഓക്കെ, നെക്സ്റ്റ്. പിന്നെ നിർദ്ദേശങ്ങളാണ്. സ്റ്റേജ് നമ്പർ 1 മണ്ണിൽ പ്രയോഗിക്കുന്നു, വിളകളിൽ തെളിക്കാൻ ഉപയോഗിക്കരുത്. സ്റ്റേജ് നമ്പർ 1 വിളകളിൽ തളിക്കുന്നതല്ല. തളിക്കുന്നത് ഏതാണ്? 2, 3, 4 ആണ്. മണ്ണിൽ ഉപയോഗിക്കുന്നതാണ് സ്റ്റേജ് നമ്പർ 1. പിന്നെ സ്റ്റേജ് നമ്പർ 2, 3, 4 വിളകളിൽ തളിക്കാനാണ് ഉപയോഗിക്കുന്നത്, മണ്ണിൽ പ്രയോഗിക്കാനല്ല. പിന്നെ സ്റ്റേജ് നമ്പർ 2, 3, 4 എന്നിവ ഏതെങ്കിലും കീടനാശിനികൾ എന്നിവയുമായി കലർത്താം, കുഴപ്പമില്ല. പിന്നെ സ്റ്റേജ് നമ്പർ 3, 4 ചെമ്പ്, സൾഫർ അല്ലെങ്കിൽ ആൽക്കലൈൻ മരുന്നുകളുമായി കലർത്താൻ പാടില്ല. ഇപ്പൊ നമുക്കറിയാം തുരിശ് പോലുള്ള ലായനികളായിട്ടൊന്നും കലർത്തരുത്. അതുപോലെ സ്റ്റേജ് നമ്പർ 2, 3, 4 സ്റ്റേജ് തളിക്കുമ്പോൾ മണ്ണ് നനഞ്ഞിരിക്കണം, അല്ലെങ്കിൽ തളിച്ചതിന് ശേഷം ഒന്ന് മണ്ണ് നനച്ചു കൊടുക്കണം. എന്നാലാണ് മണ്ണ് നനഞ്ഞിരുന്നു കഴിഞ്ഞാലാ ഈ പോഷകങ്ങൾ ചെടിക്ക് വലിച്ചെടുക്കാനായിട്ട് സഹായിക്കുള്ളൂ. മണ്ണ് നനഞ്ഞിരിക്കണം സ്റ്റേജ് നമ്പർ 3, 2, 3, 4 കൊടുക്കുമ്പോൾ. പിന്നെ മികച്ച ഫലത്തിനായി സ്റ്റേജ് നമ്പർ 2, 3, 4 രാവിലെ 11 മണിക്ക് മുമ്പ് വൈകുന്നേരം 5 മണിക്ക് ശേഷം തളിക്കണം. സ്റ്റേജ് നമ്പർ 1, 2, 3, 4 മനുഷ്യർക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും പരിസ്ഥിതിക്കും സുരക്ഷിതമാണ്, ഓർഗാനിക് ആണ്. ഇതാണ് ഇതില് കുറച്ച് നിർദ്ദേശങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് സാർ. പിന്നെ നമുക്കറിയാം മണ്ണിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് സോയിൽ ഹെൽത്ത് സ്പെഷ്യലും അതുപോലെ തന്നെ ഹരിത സഞ്ജീവിനി. ഓക്കെ, നെക്സ്റ്റ് സാർ. ഇതാണ് നമ്മൾ മണ്ണിന്റെ ആരോഗ്യത്തിന് വേണ്ടി. ഇപ്പൊ സോയിൽ ഹെൽത്ത് സ്പെഷ്യൽ ഹരിത സഞ്ജീവിനി സോയിൽ ഹെൽത്ത് സ്പെഷ്യൽ അതിന്റെ ഭാരത്തിന്റെ 7 മടങ്ങ് വെള്ളം നിർത്താനുള്ള കഴിവുണ്ട്. അപ്പൊ നമുക്ക് ഹരിത സഞ്ജീവിനിയൊക്കെ ഉപയോഗിക്കുമ്പോൾ ശരിക്കും ജലസംഭരണ ശേഷി വർദ്ധിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഹരിത സഞ്ജീവിനി സോയിലൊക്കെ ഉപയോഗിച്ച മണ്ണ് ശരിക്കും അതിൽ കൂടെ ഒരാഴ്ച ഒന്ന് നമ്മൾ നടന്നു കഴിയുമ്പോൾ മണ്ണൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കുള്ളൂ. നമ്മുടെ കാൽപ്പാടൊക്കെ അവിടെ പതിയും. മണ്ണ് അതത്ര നല്ലതായിട്ട് സോഫ്റ്റ് ആയി ഉണ്ടാവും. പിന്നെ കളിമണ്ണിനേക്കാൾ വലിയ ജലസംഭരണ ശേഷി അതുണ്ട് ഹരിത സഞ്ജീവിനി സോയിൽ ഉപയോഗിക്കുമ്പോൾ. ഇത് രാസവളങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു. രാസവളങ്ങളുടെ കൂടെ ജൈവവളങ്ങളുടെ ഒക്കെ കൂടെ ഉപയോഗിക്കാം. ഓക്കെ, നെക്സ്റ്റ് സാർ. അതുപോലെ തന്നെ ഹരിത സഞ്ജീവിനി സോയിൽ ഹെൽത്ത് സ്പെഷ്യൽ മണ്ണിൽ ഉപയോഗിക്കുന്നതാണ്. അത് നമുക്ക് ശരിക്കും അതിന്റെ ഒരു ഡോസ് വരുന്നത് 5 വർഷത്തിന് മേലെ പ്രായമായ ജാതിയോ തെങ്ങോ റംബൂട്ടാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു 15 ഗ്രാം തുടങ്ങി 20 ഗ്രാം വരെയാണ് ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിക്കേണ്ട ടൈമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോയിൽ ഹെൽത്ത് സ്പെഷ്യൽ ഉപയോഗിക്കേണ്ട ടൈം ഇലകൾ വരുന്ന സമയത്ത് നമ്മൾ മണ്ണിൽ കൊടുക്കണം. പിന്നെ ഇലകൾ പൂക്കള് കായ്കളായി മാറുന്ന സമയം ഉണ്ടല്ലോ, ഫ്രൂട്ട് സെറ്റിംഗ് ഓഫ് ഡെവലപ്മെന്റ് സ്റ്റേജ്, ആ സമയത്ത് നമ്മൾ സോയിൽ ട്രീറ്റ്മെന്റ് കൊടുക്കണം. അപ്പൊ ഞാൻ അത് എങ്ങനെയാ കൊടുക്കണതെന്ന് ഞാൻ പറഞ്ഞുതരാം, ജാതിക്കും തെങ്ങിനും റംബൂട്ടാനും ഒക്കെ. അപ്പൊ ഇലകൾ വരുന്ന സമയത്തും ഫ്രൂട്ട് സെറ്റിംഗ് ഡെവലപ്മെന്റ് സ്റ്റേജ്, പൂക്കള് കായ്കളായിട്ട് മാറുന്ന സമയത്താണ് സോയിൽ ഹെൽത്ത് സ്പെഷ്യൽ മണ്ണിൽ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് സാർ. നമുക്ക് ഹരിസഞ്ജീവനി ഉപയോഗിച്ച് കിട്ടിയൊരു റിസൾട്ട് ആണ് വാഴക്കൊല ഇവിടെ കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് സാർ. 83 കിലോ. അതുപോലെ ചെടിയുടെ ആരോഗ്യം നമുക്കറിയാം. ഫ്രൂട്ട് സ്പെഷ്യൽ നമുക്കറിയാം ഏറ്റവും നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവാനും പൂക്കൾ കായ്കളായിട്ട് മാറാനും കായ്കൾ നല്ല വലിപ്പത്തിൽ ഉണ്ടാവാനായിട്ട് നമ്മൾ ഫ്രൂട്ട് സ്പെഷ്യലിന്റെ ഉപയോഗം നിമിത്തം നമുക്ക് സഹായിക്കും. ഓക്കെ, നെക്സ്റ്റ് സാർ. ഫ്രൂട്ട് സ്പെഷ്യൽ നമുക്ക് എല്ലാത്തിനും ഓറഞ്ച്, ലെമൺ, മുസാമ്പി, അതുപോലെ എല്ലാത്തിനും മാംഗോ, ഗ്രേപ്സ്, ബനാന, ആരക്കനട്ട് എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഫ്രൂട്ട് സ്പെഷ്യൽ എല്ലാതരം. ഇപ്പൊ ഫ്രൂട്ട് സ്പെഷ്യൽ ഉപയോഗിക്കേണ്ടത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഫ്രൂട്ട് സ്പെഷ്യൽ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഫ്രൂട്ട്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ എല്ലാ പൂക്കളും കായ്ക്കളായിട്ട് മാറാനായിട്ടും കായ്കൾ കൊഴിഞ്ഞു പോവാതിരിക്കാനായിട്ടും ആ കായ്കൾ നല്ല വലിപ്പത്തിൽ വളരാനായിട്ടും നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഫ്രൂട്ട് സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പൊ ഫ്രൂട്ട് സ്പെഷ്യൽ നമ്മൾ ശരിക്കും ഉപയോഗിക്കേണ്ടത് ഫസ്റ്റ് നമുക്ക് ഒരു ജാതിക്കൊക്കെ നോക്കാം. ജാതിക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ തളിരല വരുന്ന സമയത്ത് നമ്മൾ ഫ്രൂട്ട് സ്പെഷ്യൽ ഉപയോഗിക്കണം. അത് ഫസ്റ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം തളിരല വരുന്ന സമയത്ത്. ഇനി ചിലപ്പോൾ തെങ്ങിനൊക്കെ ചിലപ്പോൾ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്താ തെങ്ങിന്റെ ചോട്ടിൽ നമ്മൾ ഒന്ന് വേര് കാണാവുന്ന രീതിയിൽ മണ്ണൊക്കെ ഒന്ന് മാറ്റിയിട്ട് ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം.
അത് തെങ്ങിന്റെ പറഞ്ഞുതരാം. പിന്നെ രണ്ടാമത് നമ്മൾ ഫ്രൂട്ട് സ്പെഷ്യൽ ഉപയോഗിക്കേണ്ടത് ശരിക്കും ആ ഫ്ലവറിങ് സ്റ്റേജ് ഉണ്ടല്ലോ, പൂക്കൾ ഇപ്പൊ ജാതിക്കാണെങ്കിൽ പൂക്കൾ വരുന്ന സമയത്ത് രണ്ടാമത് 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ വെച്ച് ഉപയോഗിക്കണം. ഇനിയിപ്പോ ജാതിക്ക് നമ്മള് സ്പ്രേ ചെയ്യാൻ പറ്റില്ലെങ്കിലും 5 വർഷത്തിന് മേലെ പ്രായമായ ജാതികൾക്ക് നമുക്ക് 15 ഗ്രാം തുടങ്ങി 20 ഗ്രാം വരെ 20 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് തടത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ. അപ്പൊ മൂന്നാമത്തെ സ്റ്റേജ് ഫ്രൂട്ട് സെറ്റിംഗ് സ്റ്റേജ് എന്ന് പറയും. പൂക്കള് കായ്ക്കളായിട്ട് മാറുന്ന സമയത്താണ് മൂന്നാമത്തെ സ്റ്റേജ്. മൂന്നാമത്തെ സ്റ്റേജിൽ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കൊടുക്കണം. പിന്നെയാണ് കായ്ക്കളെല്ലാരും വന്നതിന് ശേഷം ഫ്രൂട്ട് ഡെവലപ്മെന്റ് സ്റ്റേജ് നമുക്ക് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ വെച്ച് കൊടുക്കണം. അതുപോലെ തന്നെ കടയ്ക്കും ഒഴിച്ചു കൊടുക്കാം. പിന്നെയാണ് നാലാമത്തെ സ്റ്റേജ് കൊടുത്ത് ഒരു 20-25 ദിവസം കഴിയുമ്പോൾ 5ാമത്തെ സ്റ്റേജ് സ്പ്രേ ചെയ്യാം. 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ വെച്ച് സ്പ്രേ ചെയ്യാം. അത് ഞാൻ ഇതിനെങ്ങനെയാണ് കൊടുക്കേണ്ടത്, പല കൃഷികൾക്കും പല രീതിയിലാണ്. ഒരു ജാതിക്കൊക്കെ എന്ന് വെച്ചാൽ ജാതി റംബൂട്ടാനൊക്കെ നമ്മൾ ഈ ഫ്രൂട്ട് സ്പെഷ്യൽ സ്പ്രേ ചെയ്യുമ്പോൾ 5 തവണയെങ്കിലും നമ്മൾ സ്പ്രേ ചെയ്തിരിക്കണം. അതാണ് അതിന്റെ ഒരു കണക്ക് എന്ന് പറയുന്നത്. ഒരു 5 തവണയെങ്കിലും സ്പ്രേ ചെയ്തിരിക്കണം ജാതി റംബൂട്ടാൻ അങ്ങനത്തെ ഇതിനൊക്കെ. ഓക്കെ, നെക്സ്റ്റ് സാർ. ഡിഫെൻഡ് എന്ന് പറയുന്നത് ഇതൊരു ഫംഗസ് ഡിസീസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് ആണ്. ഇത് വണ്ടർഫുൾ ആയിട്ടുള്ള റിസൾട്ട് ആണ് ഡിഫെൻഡ്. പിന്നെ മാത്രമല്ല, മരങ്ങൾക്കായാലും ചെടികൾക്കായാലും ഭയങ്കരമായിട്ട് രോഗപ്രതിരോധ ശേഷി കൊടുക്കാനായിട്ട് പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ് ഡിഫെൻഡ് എന്ന് പറയുന്നത്. ഇതൊരു ഇൻസൈഡർ ആണ്. ശരിക്കും ഡിഫെൻഡ് നമുക്ക് ഇലകളിലേക്ക് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ വേര് വരെ വരും. വേരിലേക്ക് ഒഴിച്ചു കൊടുത്ത ഇല വരെ പോകും. 8 ദിവസമാണ് ഇതിന്റെ ആക്ഷൻ. അത് കഴിഞ്ഞാൽ ഇത് വളമായിട്ട് മാറും ഡിഫെൻഡ് എന്ന് പറയുന്നത്. അപ്പൊ കുമിൾ രോഗങ്ങൾക്ക് അതുപോലെ തന്നെ ഫംഗസ് പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നല്ലൊരു റിസൾട്ട് ആണ് ഡിഫെൻഡ് ഉപയോഗിക്കുമ്പോൾ. ഇപ്പൊ ഇവിടെ അടുത്ത് നമ്മുടെ ഹരിസഞ്ജീവിനെ ഏറ്റവും നല്ലൊരു പ്രൊമോട്ട് ചെയ്യുന്ന ലീഡറാണ് ബേബി സാറ്. അദ്ദേഹം ഒരു കപ്പ കൃഷിക്ക് ഉപയോഗിച്ചിട്ട് ഒരു ഏരിയയിലെ കപ്പ മുഴുവനും വെള്ളം കയറി ഇറങ്ങി കഴിഞ്ഞപ്പോ ശരിക്കും ഫംഗസ് ആയിട്ട് പോയി. പക്ഷെ അദ്ദേഹം ഡിഫെൻഡ് കൊടുത്ത് സ്ഥലങ്ങളിലൊക്കെ നല്ല റിസൾട്ട് ആണ്. ആ ഫംഗസ് മാറി ആ കപ്പ കൃഷി നല്ല രീതിയിൽ വന്നു എന്നുള്ളതാണ്. കപ്പ എന്ന് വെച്ചാൽ കിഴങ്ങ് കൃഷി ഇട്ടോ, അവിടെ കൊള്ളി എന്നൊക്കെ പറയും, നല്ല രീതിയിൽ വന്നു. അപ്പൊ ഫംഗസ് പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഡിഫെൻഡ് എന്ന് പറയും. ഇപ്പൊ ഡിഫെൻഡ് ഒക്കെ നമ്മൾ തെങ്ങിന് നമുക്ക് കൊടുക്കാം. ഇപ്പൊ കേടായ തെങ്ങുകളൊക്കെ ഡിഫെൻഡ് കൊടുത്ത് നമുക്ക് ഇവിടെയൊക്കെ ഒരുപാട് തെങ്ങുകൾ കേടായ തെങ്ങുകൾ ഡിഫെൻഡ് മാത്രം കൊടുത്തിട്ട് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഡിഫെൻഡ് കൊടുക്കുന്നത് എങ്ങനെയാണ്? വലിയ തെങ്ങുകൾക്ക് ഒരു 5 വർഷത്തിന് മേലെ പ്രായമായ തെങ്ങുകൾക്ക് 10 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം തടിയോട് ചേർന്ന് കടക്കി വെച്ച് കൊടുക്കാം. അങ്ങനെ ഒരു 10 ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കാം. 4 പ്രാവശ്യം നമ്മൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തെങ്ങൊക്കെ നല്ല രീതിയിൽ കൊമ്പൻ ജെല്ലി വരെ മാറി കിട്ടിയ ഒരു അനുഭവങ്ങളുണ്ട് തെങ്ങിനൊക്കെ. അതുപോലെ തന്നെ നല്ല രീതിയിൽ തെങ്ങിന്റെ ഈ ഓല പഴുപ്പ്, ഓല ഒടിഞ്ഞു പോവുക, കേടായ തെങ്ങുകളൊക്കെ നമുക്ക് ഇവിടെ ഡിഫെൻഡ് കൊടുത്ത് ഒരുപാട് തെങ്ങുകൾ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഡിഫെൻഡ് വണ്ടർഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഡിഫെൻഡ്. പിന്നെ ഫംഗസിനും കുമിൾ രോഗങ്ങൾക്കൊക്കെ ഏറ്റവും ഫലപ്രദമായിട്ട് അവിടെ കാണുന്നുണ്ട്. പല ചെടികളുടെ ഇലകള് അതുപോലെയുള്ള ഫംഗസ് രോഗങ്ങൾക്കൊക്കെ ഏറ്റവും ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ് ഡിഫെൻഡ് എന്ന് പറയുന്നത്. സാറേ നെക്സ്റ്റ്. അവിടെ കാണുന്നുണ്ട് പല ഇങ്ങനെ ഡിഫെൻഡ് തളിക്കുന്നത് സസ്യങ്ങളിൽ സ്വാഭാവിക ഇതൊക്കെ ഫംഗസ് രോഗങ്ങളാണ്, കുമിൾ രോഗങ്ങളൊക്കെയാണ്. ഡിഫെൻഡ് തളിക്കുന്നത് സസ്യങ്ങളിൽ സ്വാഭാവിക ബയോട്ടിൻ ഉൽപാദനത്തിന് സഹായിക്കുന്നു. ചെടികളിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. എല്ലാതരം വിളകളെയും ബാധിക്കുന്ന കുമിൾ രോഗങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. വണ്ടർഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അടയ്ക്കാമരത്തിനും അതുപോലെ തന്നെ തെങ്ങിനൊക്കെ ഉപയോഗിച്ചിട്ട് നല്ലൊരു റിസൾട്ടാണ്. ശരിക്കും പഴുത്ത് അടയ്ക്കാമരൊക്കെ എന്താ പറയാ ഇലകൾ പഴുത്തിരിക്കുക, അതിനൊക്കെ നമുക്ക് ഡിഫെൻഡ് ഉപയോഗിച്ചിട്ട് വണ്ടർഫുൾ റിസൾട്ട് കിട്ടിയിരിക്കുന്നത്. തക്കാളി, വഴുതന, മുളക്, ഉരുളക്കിഴങ്ങ്, ഉള്ളി, വെളുത്തുള്ളി, മഞ്ഞൾ, ഇഞ്ചി എല്ലാ കൃഷിക്കും നമുക്ക് ഡിഫെൻഡ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ശരിക്കും ആ ചെടിക്ക് നല്ല രീതിയിൽ രോഗപ്രതിരോധ ശേഷി നൽകാനായിട്ട് സഹായിക്കുന്നു. അടുത്താണ് റാപ്പിഡ് എന്ന് പറയുന്നത് ഒരു ജൈവ കീട പ്രതിരോധിനിയാണ്. റാപ്പിഡ് എന്ന് പറയുന്നത് ശരിക്കും കീടങ്ങളെ കൊല്ലല്ല ചെയ്യുന്നത്, കീടപ്രതിരോധിനിയാണ്. നമുക്കറിയാം ചില ചെടികളുടെ സസ്യങ്ങളുടെ ഇലകളൊന്നും ഒരു കീടങ്ങൾ തിന്നൂല. അങ്ങനെ കുറെ ഇലകളുടെ നീരെടുത്തിട്ട് ഒരു പ്രത്യേക രീതിയിൽ ഉണ്ടാക്കിയാണ് ഒരു പ്രൊഡക്റ്റാണ് റാപ്പിഡ് എന്ന് പറയുന്നത്. അപ്പൊ റാപ്പിഡ് ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം ഇലമേന്ന് സക്കിങ് ചെയ്യുന്ന കീടങ്ങൾ, നീരൂറ്റി കുടിക്കുന്ന കുറെ ടൈപ്പ് പുഴുക്കൾ അങ്ങനെ
കുറെ പ്രാണികളൊക്കെ ഉണ്ട്. അതിനൊക്കെ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് റാപ്പിഡ് എന്ന് പറയുന്നത്. 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ശരിക്കും നമുക്ക് തുടക്കത്തിലെ തുടങ്ങി ഹരിതസഞ്ജീവിന്റെ 2, 3, 4 സ്റ്റേജ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ കൂടെ നമുക്ക് റാപ്പിഡ് ഉപയോഗിക്കാം. 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ഉപയോഗിക്കാം. അപ്പൊ തുടക്കത്തിലേ തുടങ്ങി നമ്മൾ അത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കീടങ്ങളുടെ ആക്രമണം ഉണ്ടാവില്ല. അപ്പൊ നമ്മള് കീടങ്ങളുടെ ആക്രമണങ്ങൾ കൂടുതൽ വന്ന് കീടങ്ങൾ നമ്മുടെ കൃഷിത്തോട്ടത്തിൽ വന്നു കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ ശരിക്കും നമ്മളൊരു 3-4 ദിവസം കൂടുമ്പോൾ 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഒരു 15 ദിവസമൊക്കെ കൂടുമ്പോൾ നമ്മൾ കൊടുത്താൽ മതി. ഓക്കെ. അപ്പൊ റാപ്പിഡ് ഒരു ജൈവ കീട പ്രതിരോധിയാണ്. ഇത് ഉപയോഗിക്കുമ്പോൾ ആ കീടങ്ങൾക്ക് ആ ടൈപ്പുള്ള ഇലകളൊന്നും ഭക്ഷ്യയോഗ്യമല്ലാതായി തീരും. ആ ടേസ്റ്റ് ഇഷ്ടാവൂല. അപ്പൊ നമ്മളുടെ കീടങ്ങളൊക്കെ ആ തോട്ടം വിട്ട് പോകും. തെങ്ങിനൊക്കെ ഉപയോഗിക്കാം. തെങ്ങിനൊക്കെ പല ആളുകളും പറയാറുണ്ട് കൊമ്പൻ ജെല്ലിക്കൊക്കെ നമുക്ക് റാപ്പിഡ് ഉപയോഗിച്ചിട്ട് ഫിലിപ്പ് അന്നമനയുടെ ഒരു ഫിലിപ്പിനൊക്കെ നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അത് 10 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഒരു എന്താ പറയാ ഒരു 7 ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പൊ കൊമ്പൻ ജെല്ലിയൊക്കെ ശരിക്കും താഴെ വീണ് കിടക്കും. അപ്പൊ നമ്മളതിനെ എടുത്ത് നശിപ്പിച്ച് കളയണം. ഓക്കെ. റാപ്പിഡൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിലുള്ള റിസൾട്ട് ആണ് ശരിക്കും കിട്ടിയിരിക്കുന്നത്. പല ജലസേചനത്തിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ഗുണനിലവാരത്തിനായി ബയോമാക്സ് ആൻഡ് മീലാപ്പ്. ഇപ്പൊ മീലാപ്പ് എന്ന് പറയുന്നത് വെള്ളത്തിന്റെ pH കറക്റ്റ് ആക്കാനുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇപ്പൊ വെള്ളത്തിന്റെ ഒരു pH കറക്റ്റ് ആയി കഴിയുമ്പോൾ മണ്ണിന് pH ഉണ്ട്, അതുപോലെ വെള്ളത്തിന് pH ഉണ്ട്. വെള്ളത്തിന്റെ pH കറക്റ്റ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പ്രേ ചെയ്യുന്നതിന്റെ ഗുണം കർഷകന് 10 മടങ്ങ് കിട്ടാനായിട്ട് സഹായിക്കും. വെള്ളത്തിന്റെ pH കറക്റ്റ് ആയി കഴിഞ്ഞാൽ. അപ്പൊ മീലാപ്പ് എന്ന് പറയുന്നത് വെള്ളത്തിന്റെ pH കറക്റ്റ് ആക്കാനുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പൊ മീലാപ്പ് 1/2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ഉപയോഗിച്ചാൽ മതി. അപ്പൊ മീലാപ്പ് ഉപയോഗിക്കും ആദ്യം മീലാപ്പ് 1/2 മില്ലി ഉപയോഗിക്കുക. അതിനുശേഷം എന്താ പറയാ വെള്ളം ഒഴിക്കുക. ആ വെള്ളത്തിൽ പിന്നെ റാപ്പിഡ് സ്പ്രേ മാക്സ് ഒക്കെ ഒഴിക്കുക. ആദ്യം നമ്മൾ മീലാപ്പാണ് ഒഴിക്കേണ്ടത്. സ്പ്രേ മാക്സ് അതിന്റെ കൂടെ സ്പ്രേ മാക്സ് ശരിക്കും നെക്സ്റ്റ് സാറ് സ്പ്രേ മാക്സ് നമുക്ക് അല്ല കർഷകരെ സംബന്ധിച്ച് സ്പ്രേ ചെയ്യുമ്പോൾ അതിന്റെ ഗുണം കറക്റ്റ് ആയിട്ട് കിട്ടാറില്ലേ. ഒന്നില്ലെങ്കിൽ ഇലയിന്ന് എന്താ പറയാ വെള്ളം ഒലിച്ച് താഴേക്ക് പോകും, അത് പരക്കില്ല. അങ്ങനെ സ്പ്രേ ചെയ്യുന്നതിന്റെ ഗുണം ശരിക്കും കിട്ടാറില്ല. അപ്പൊ സ്പ്രേ മാക്സ് ഉപയോഗിക്കുമ്പോൾ ഇതൊരു സ്പ്രെഡർ ആണ്. സ്പ്രെഡർ എന്ന് വെച്ചാൽ സ്പ്രേ ചെയ്ത് നന്നായിട്ട് ഇലകളിലേക്ക് പരക്കും. പിന്നെ സ്പ്രെഡർ ആണ്, ഇതൊരു സ്റ്റിക്കറായിട്ട് വർക്ക് ചെയ്യും. സ്റ്റിക്കർ എന്ന് വെച്ചാൽ ഇത് സ്പ്രേ മാക്സ് ഉപയോഗിച്ച് സ്പ്രേ ചെയ്ത് 1 മണിക്കൂർ കഴിഞ്ഞ് മഴ പെയ്താലും ഇത് പോവില്ല, ഇലയിൽ പോവില്ല. പിന്നെ പെനട്രന്റ് ആണ്. പെനട്രന്റ് എന്ന് വെച്ചാൽ ഇലയുടെ ക്യൂട്ടിക്കിൾ ലെയർ തുറന്ന് ഉള്ളിലേക്ക് ഇത് വലിച്ചെടുക്കും. പെനട്രന്റ് ആണ്. പിന്നെ ഡ്രിഫ്റ്റ് കൺട്രോൾ ഏജന്റ് എന്ന് പറയും. ഇപ്പൊ സ്പ്രേ ചെയ്യുന്ന കണികളുടെ വലിപ്പം കുറച്ചുകൊണ്ട് ചെറിയ കണികളാക്കും. അപ്പൊ കർഷകനെ സംബന്ധിച്ച് സ്പ്രേ ചെയ്യുന്നത് അളവ് കുറച്ച് മതി. ഇത് പെട്ടെന്ന് മണ്ണിലേക്ക് ഒലിച്ചു പോകില്ല. വലിയ കണികളിൽ നിന്ന് ചെറിയ കണികളാക്കി മാറ്റും. അപ്പൊ ഇതിന്റെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ഇവിടെ കണ്ട ഇവിടെ ഒരു സ്പ്രേ മാക്സ് ഉപയോഗിക്കാത്തതും ഉപയോഗിച്ചതും ഇലയിലൊക്കെ നന്നായിട്ട് പരന്ന് അങ്ങനെ ഒരു രീതിയിൽ കിട്ടും. അപ്പൊ സ്പ്രേ ചെയ്യുന്നതിന്റെ ഗുണം കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ സ്പ്രേ ചെയ്യുന്ന എല്ലാത്തിന്റെയും കൂടി നമ്മൾ എന്ത് ഉപയോഗിക്കണം? സ്പ്രേ മാക്സ് ഉപയോഗിക്കണം. അപ്പൊ 1 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിലാണ് സ്പ്രേ മാക്സ് ഉപയോഗിക്കുന്നത്. റാപ്പിഡ് ഉപയോഗിക്കേണ്ടത് 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ. മീലാപ്പ് ഉപയോഗിക്കേണ്ടത് വെള്ളത്തിന്റെ pH കറക്റ്റ് ആക്കാനുള്ളതാണ്. 1/2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ. നമ്മൾ അളവുകളൊക്കെ ഒന്ന് എഴുതി വെക്കണം. ഓക്കെ. നെക്സ്റ്റ് സാർ. സ്പ്രേ മാക്സിനെ കുറിച്ച് പറഞ്ഞത് തന്നെയാണ്. സഞ്ജീവിന്റെ 2, 3, 4 സ്റ്റേജ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് സ്പ്രേ മാക്സ് ഉപയോഗിക്കാം. ഓക്കെ. അതുപോലെ തന്നെ മീലാപ്പ് പറഞ്ഞു വെള്ളത്തിന്റെ pH കറക്റ്റ് ആക്കാനുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് 6.5 to 7.6. വെള്ളത്തിന്റെ pH കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ സ്പ്രേ ചെയ്യുന്നതിന്റെ ഗുണം കറക്റ്റ് ആയിട്ട് കിട്ടും. ശരിക്കും ഒരു സാധാരണ കിട്ടുന്നേക്കാൾ ഒരു 10 മടങ്ങ് റിസൾട്ട് വെള്ളത്തിന്റെ pH കറക്റ്റ് ആക്കി വെള്ളം സ്പ്രേ ചെയ്താൽ കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് 1/2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ മാക്സ് മീലാപ്പ് ഉപയോഗിക്കാം. ഓക്കെ. നെക്സ്റ്റ് സാർ. ഹൗ ടു യൂസ് RCM മീലാപ്പ് ഇവിടെ എഴുതിയിട്ടുണ്ട്. എല്ലാ സോഫ്റ്റ് വാട്ടർ അല്ലെ, ഇന്ന് ഹാർഡ് വാട്ടർ, എല്ലാതരം വാട്ടറിലും നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു അളവാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. പല സ്ഥലങ്ങളിലും വാട്ടർ അല്ലെ വ്യത്യാസമുണ്ട്. ഇപ്പൊ എത്ര മില്ലി ഉപയോഗിക്കണം? ചില സ്ഥലങ്ങളിലും സോഫ്റ്റ് വാട്ടർ ആണെങ്കിൽ 3 മില്ലി, അതേപോലെ തന്നെ ഹാർഡ് വാട്ടർ ആണെങ്കിൽ 6 മില്ലി. അപ്പൊ അത് ഈ ചാർട്ട് ഒന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. അപ്പൊ നമ്മളുടെ ഇവിടുത്തെ നമ്മുടെ കേരളത്തിലെ കൃഷിക്ക് ഒരു 1/2 മില്ലി വെച്ച് ഉപയോഗിച്ചാൽ മതി മീലാപ്പ്.
ഓക്കെ, നെക്സ്റ്റ് സാർ. അതുപോലെ തന്നെ കേരള ആണ് ഗാർഡൻ ഗോൾഡ് അല്ലെ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിൽ നമ്പർ 1 കേരള ആണ്. ശരിക്കും നമുക്ക് വേണ്ടി നല്ലൊരു ഐഡിയ കൊടുക്കുക എല്ലാവരും. അപ്പൊ നമുക്കറിയാം ആർസിമില് ഗാർഡൻ ഗോൾഡ് മാത്രമാണ് ഒരു വളമായിട്ട് വരുന്നുള്ളൂ. ബാക്കിയൊക്കെ മണ്ണിലേക്കും ഇലകളിലേക്കും പൂക്കളിലേക്കും കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകളാണ്. ഗാർഡൻ ഗോൾഡ് മാത്രമാണ് വളം. ശരിക്കും പറഞ്ഞാൽ വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആണ് ഗാർഡൻ ഗോൾഡ്. ശരിക്കും നമ്മളുടെ വീട്ടിൽ ഒരു 3, 4, 5 ഗ്രോ ബാഗ്, ഒരു 10 ഗ്രോ ബാഗ് വെച്ച് ഇന്ന് മണ്ണില്ലാത്തവര് ആരില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വീട്ടിലും മണ്ണില്ലേ? ആരെങ്കിലും ഉണ്ടോ മണ്ണില്ലാത്തവര്? എല്ലാവരും വീട്ടിലും മണ്ണുണ്ട്. എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഗാർഡൻ ഗോൾഡ് ഒരു പാക്കറ്റ് വാങ്ങാം. ഒരു പാക്കറ്റ് വാങ്ങിയിട്ട് 500 ഗ്രാമിന്റെ ഒരു പാക്കറ്റ് ആണ്. ശരിക്കും 5 ഗ്രോ ബാഗിലേക്ക് ഉപയോഗിക്കും ഗാർഡൻ ഗോൾഡ്. അതില് 2 ഗ്രാം സോയിൽ ഹെൽത്ത് സ്പെഷ്യലും, അത് നമ്മളൊരു മിക്സിങ് റെഡിയാക്കേണ്ടത് എങ്ങനെയാണ്, 2 ഗ്രാം സോയിൽ ഹെൽത്ത് സ്പെഷ്യലും 100 ഗ്രാം ഗാർഡൻ ഗോൾഡ് കൂടി മണ്ണിൽ മിക്സ് ചെയ്ത് നിങ്ങളുടെ വീട്ടില് വെണ്ടയോ വഴുതനങ്ങയോ തക്കാളിയോ അതുപോലെ തന്നെ പച്ചമുളകൊക്കെ നട്ടു നോക്കിയേ. നിങ്ങളുടെ വീട്ടിൽ പുറത്തു നിന്നൊരു പച്ചമുളകും വെണ്ടയും വഴുതനങ്ങയും ഒന്നും വാങ്ങേണ്ടി വരില്ല. പല ആളുകളും പറയാറുണ്ട് ഈ ഗാർഡൻ ഗോൾഡ് കിട്ടേ പിന്നെ വഴുതനങ്ങയൊക്കെ ഭ്രാന്ത് പിടിച്ചു. അതേ രീതിയിലാണ് ഇപ്പൊ വഴുതനങ്ങയൊക്കെ ഉണ്ടാവണേ. അപ്പൊ നല്ല രീതിയിൽ നമുക്ക് ചെറിയൊരു അടുക്കളത്തോട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പ്രൊഡക്റ്റ്. ഞാൻ പറഞ്ഞു ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇന്ന് ഈ ക്ലാസ് കഴിയുമ്പോ എന്താ പറയണേ, ഒരു 2 പാക്കറ്റ് ഗാർഡൻ ഗോൾഡ് വാങ്ങി ഒരു 10 ഗ്രോ ബാഗ് വാങ്ങി സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കൃഷി ചെയ്യാം. പുറത്തുനിന്നുള്ള വിഷം അടിച്ച പച്ചക്കറികളും ഇതൊക്കെ വാങ്ങി നമ്മളുടെ ആരോഗ്യം കളയണ്ട. സ്വന്തമായിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ് ഗാർഡൻ ഗോൾഡ്. അപ്പൊ എല്ലാവരും ഉപയോഗിക്കുക. ഇത് നമുക്ക് ചെറിയ ചെറിയ അടുക്കളത്തോട്ടങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഗാർഡൻ അല്ല ഇൻഡോർ ഗാർഡൻ, ഔട്ട്ഡോർ ഗാർഡൻ, ഇതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഗാർഡൻ ഗോൾഡ് ഉപയോഗിക്കുമ്പോൾ ഞാൻ അതിന്റെ ഒരു നമ്മളെ ഗ്രോ ബാഗിൽ 2 ഗ്രാം സോയിലും 100 ഗ്രാം ഗാർഡൻ ഗോൾഡും, പിന്നെ ഓരോ മാസം കൂടുമ്പോ ഒരു 100 ഗ്രാം ഗാർഡൻ ഗോൾഡ് ഇട്ട് കൊടുക്കാം നമ്മുടെ ഗ്രോ ബാഗിൽ. വണ്ടർഫുൾ റിസൾട്ട് ആണ് ഇപ്പൊ ഗാർഡൻ ഗോൾഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് ചെറിയ ചെറിയ നമ്മള് അല്ലെ ഗാർഡൻസ് ഉണ്ട്, ഇൻഡോർ ഗാർഡൻ, ഔട്ട്ഡോർ ഗാർഡൻസ് ഒക്കെ നമ്മളൊരു 50 ഗ്രാം തുടങ്ങി 100 ഗ്രാം വരെ ഗാർഡൻ ഗോൾഡ് ചെടിയുടെ ചോട്ടിൽ മണ്ണിളക്കി ഇട്ട് കൊടുക്കാം ഓരോ മാസം കൂടുന്തോറും. ഇപ്പൊ ഗാർഡൻ ഗോൾഡ് ഉപയോഗിച്ച പല നഴ്സറികളും ഗാർഡൻ ഗോൾഡ് മാത്രം ഉപയോഗിച്ച് എന്താ പറയാ നല്ല രീതിയിൽ അവർക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ട്. അവർ പറയാറുള്ള ഗാർഡൻ ഗോൾഡ് ഉപയോഗിച്ച ജാതി തൈകളായാലും കൊടുക്കുമ്പോ ആ ജാതി തൈകളൊക്കെ നല്ല പുഷ്ടിയും നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് വരുമ്പോ ആദ്യം എടുത്തു പോകുന്നത് ഗാർഡൻ ഗോൾഡ് ഉപയോഗിച്ച ജാതി തൈകളാണ്. പല നഴ്സറികളും ചെയ്യുന്നുണ്ട് നമ്മുടെ ഗാർഡൻ ഗോൾഡ് ഉപയോഗിച്ച്. ഓക്കെ, വണ്ടർഫുൾ പ്രൊഡക്റ്റ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റ് മതി നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടില് ചെറിയ രീതിയിൽ പച്ചക്കറി തോട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് സാർ. ഗാർഡൻ ഗോൾഡ് ഉപയോഗിച്ച് കിട്ടിയാണ് കുറെ റിസൾട്ടുകളാണ്. നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെയൊക്കെ ഒരേ പച്ചക്കറി തോട്ടങ്ങൾ ഉണ്ടാക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഗാർഡൻ ഗോൾഡ് ഹെൽത്ത് കിറ്റ്, ഇതും ശരിക്കും വളരെ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ് ഗാർഡൻ ഗോൾഡ് ഹെൽത്ത് കിറ്റ്. ഇതില് ഒരു 3 ബോട്ടിലാണുള്ളത്. ഫസ്റ്റത്തെ ബോട്ടില് കീടങ്ങളെ നിയന്ത്രിക്കാനുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ ബോട്ടിൽ വരുന്നത് നമുക്കറിയാം ഈ എന്താ പറയാ ഫംഗസ് പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെയാണ്. മൂന്നാമത്തെ ബോട്ടിൽ വരുന്നത് അത് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ശരിക്കും മൂന്നാമത്തെ ബോട്ടിൽ വരുന്നത് പൂക്കളും ഇലകളും കായകളൊക്കെ നന്നായിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇത് ഗാർഡൻ ഗോൾഡ് ഹെൽത്ത് കിറ്റിലെ മൂന്നാമത്തെ ബോട്ടിൽ വരുന്നത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം വെയിലത്തൊന്നും വെക്കരുത്. ഇത് ബാക്ടീരിയ ആണ്. ആ ബാക്ടീരിയകളൊക്കെ ചത്തുപോകും. അപ്പൊ അതിന്റെ ഗുണം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഉപയോഗത്തിന് ശേഷം നമ്മൾ വെയിലത്ത് നിന്നൊക്കെ മാറ്റി സുരക്ഷിതമായ സ്ഥലങ്ങളിൽ ഗാർഡൻ ഗോൾഡ് ഹെൽത്ത് കിറ്റ് നല്ലൊരു റിസൾട്ടാണ്. അപ്പൊ ഇതില് ബോട്ടിൽ വരുന്നുണ്ട് 2.5 മില്ലി. നമ്മള് 1 ലിറ്റർ വെള്ളത്തിൽ ഇതില് തന്നെ സ്പ്രേ ചെയ്യാവുന്ന സ്പ്രേയറും കൂടിയിട്ടുണ്ട്. ഒരു 8 ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഓക്കെ, വേറെ ഇത് മാത്രം ഉപയോഗിച്ചാൽ മതി. നല്ല രീതിയിൽ നമുക്ക് ഗാർഡൻ ആയിക്കോട്ടെ അടുക്കളത്തോട്ടങ്ങൾക്കൊക്കെ വണ്ടർഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ പ്രോഡക്റ്റ് ആണ് ഗാർഡൻ ഗോൾഡ് ഹെൽത്ത് കിറ്റ്. സാറേ നെക്സ്റ്റ് സാർ. അതിൽ കൊടുത്തിട്ടുണ്ട് കണ്ട 3 ബോട്ടിലാണ് ഇതിൽ വരുന്നത്.
അത് കീട നിയന്ത്രണത്തിന് വേണ്ടിയിട്ടുള്ളതുണ്ട്, ഫംഗസ് പോലുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബോട്ടിലുണ്ട്. പിന്നെ ഒരു ബോട്ടിൽ വരുന്നത് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സുകളും കായ്കളും പഴങ്ങളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. ഇപ്പൊ 2.5 മില്ലി വെച്ച് 1 ലിറ്റർ വെള്ളത്തിൽ ഉപയോഗിക്കാം. ഇത് പല ആളുകൾക്കും ഇത് കിട്ടിയിട്ട് ഇത് ഉപയോഗിക്കേണ്ട രീതി അറിയില്ലായിരുന്നു. പക്ഷെ വണ്ടർഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. നമുക്ക് ഡിപ്പോകളിലൊക്കെ ഇതിന്റെ ആവശ്യം പോലെ നമുക്ക് വരുന്നാണ് പറഞ്ഞിരിക്കുന്നത്. നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ഗാർഡൻ ഗോൾഡ് ഹെൽത്ത് കിറ്റ്. ഓക്കെ, ഉപയോഗിച്ചിട്ട് ഒരുപാട് ആളുകൾക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ പ്രൊഡക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് സാർ. ഓക്കെ, അപ്പൊ ഇതിന്റെ MRP, DP, PV. ഓക്കെ, ഇനി കുറച്ച് നമ്മള് തെങ്ങിന്, ജാതിക്ക്, അടയ്ക്കാമരത്തിന് ഇതൊക്കെ ഉപയോഗിക്കേണ്ട രീതിയാണ് ഞാൻ ഒന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, റംബൂട്ടാനൊക്കെ ഒരുപാട് എത്ര പേര് വീട്ടിൽ റംബൂട്ടാൻ ഉണ്ട് എന്ന് ഹാൻഡ് റൈസ് ചെയ്യുക. റംബൂട്ടാൻ ഇപ്പൊ നമ്മുടെ റൂബി അച്ചീവർ ഗിരീഷ് സാറിന്റെ വീട്ടില് റംബൂട്ടാൻ ഉണ്ട്. ഇപ്പൊ റംബൂട്ടാൻ ഗിരീഷ് സാറ് നമ്മുടെ ഹരിതസഞ്ജീവനി മാത്രം ഉപയോഗിച്ചുള്ള കൃഷി രീതിയാണ്. ആ വീഡിയോ ഒക്കെ നമ്മൾ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്ത് കണ്ടായിരുന്നു. സാറ് പറഞ്ഞ ആ ടേസ്റ്റ്, റംബൂട്ടാന്റെ ടേസ്റ്റ് ഒക്കെ എന്താ പറയാ, പുറത്തു നിന്ന് കിട്ടില്ല ആ ഒരു ടേസ്റ്റ്. ഇപ്പൊ റംബൂട്ടാൻ ഉപയോഗിക്കേണ്ട രീതിയാണ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ റംബൂട്ടാൻ ഇപ്പൊ ഏകദേശം വിളവൊക്കെ എടുത്തല്ലേ, ഫുള്ളായിട്ട് വിളവെടുത്ത് കഴിഞ്ഞ ഒരു സമയമാണ് റംബൂട്ടാന്. അപ്പൊ നമ്മള് റംബൂട്ടാന് ഇപ്പൊ നമ്മൾ കൊടുക്കേണ്ടത്, ഇപ്പൊ മരത്തിന് വിളവെടുത്തതിന് ശേഷം എന്തെങ്കിലും കേടുപാടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ 5 വർഷത്തിന് മേലെ പ്രായമായ തൈകൾക്കാണ് ഞാൻ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ 1 വർഷം പ്രായമായ തൈകൾക്ക് 3 ഗ്രാമാണ് സോയിൽ ഹെൽത്ത് സ്പെഷ്യൽ കൊടുക്കുക. 2 വർഷം ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് സോയിൽ ഹെൽത്ത് സ്പെഷ്യൽ ആണ്. അപ്പൊ സോയിൽ ഹെൽത്ത് പറയും മണ്ണിനെ ട്രീറ്റ് ചെയ്ത് നന്നാക്കുന്ന ഒരു മെത്തേഡാണ് സോയിൽ എന്ന് പറയുന്നത്. 1 വർഷം പ്രായമായതിന് 3 ഗ്രാം, 2 വർഷം പ്രായമായതിന് 6 ഗ്രാം, 3 വർഷം പ്രായമായതിന് 9 ഗ്രാം, 4 വർഷം പ്രായമായ തൈകൾക്കാണെങ്കിൽ അത് 12 ഗ്രാം വരെ കൊടുക്കാം. 4 വർഷത്തിന് മേലെ 5 വർഷം മേലെ പ്രായമായ തൈകൾക്കാണെങ്കിൽ, റംബൂട്ടാനൊക്കെ ആണെങ്കിൽ 15 ഗ്രാം തുടങ്ങി 20 ഗ്രാം വരെ കൊടുക്കാം. അതാണ് ശരിക്കും അതിന്റെ ഒരു അളവ് എന്ന് പറയുന്നത്. റംബൂട്ടാൻ ഇപ്പൊ നമ്മള് കായൊക്കെ എടുത്ത് ഫലങ്ങളൊക്കെ എടുത്ത് വന്നാണ് ഒരു ടൈമാണ്. അപ്പൊ ഇപ്പൊ എന്ത് ചെയ്യണം, ഇപ്പൊ സോയിൽ ഹെൽത്ത് സ്പെഷ്യൽ കൊടുക്കണം. അപ്പൊ 5 വർഷത്തിന് മേലെ പ്രായമായ റംബൂട്ടാനാണെങ്കിൽ ഒരു 15 ഗ്രാം തുടങ്ങി അതിന്റെ വലിപ്പം അനുസരിച്ച് 20 ഗ്രാം വരെ സോയിൽ ഹെൽത്ത് സ്പെഷ്യൽ എടുക്കുക. പിന്നെ ഗാർഡൻ ഗോൾഡ് 5 വർഷത്തിന് മേലെ പ്രായമായ റംബൂട്ടാനാണെങ്കിൽ 500 ഗ്രാമിന്റെ ഒരു പാക്കറ്റ് ഗാർഡൻ ഗോൾഡ് കൊടുക്കുക. ഗാർഡൻ ഗോൾഡ് മാത്രം നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ വേറെ വളമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. വേറെ രാസവളങ്ങളോ ജൈവവളങ്ങളോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, അല്ലെങ്കിൽ 250 ഗ്രാം കൊടുക്കുക ഗാർഡൻ ഗോൾഡ്, വേറെ എന്തെങ്കിലും വളം ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് 5 വർഷത്തിന് മേലെ പ്രായമായ റംബൂട്ടാനൊക്കെ ആണെങ്കിൽ ഒരു പാക്കറ്റ് ഗാർഡൻ ഗോൾഡ് 15 അല്ലെങ്കിൽ 15 ഗ്രാം തുടങ്ങി 20 ഗ്രാം വരെ സോയിൽ ഹെൽത്ത് സ്പെഷ്യൽ എടുക്കാം. എന്നിട്ട് ഗാർഡൻ ഗോൾഡിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് അതിന്റെ തടത്തിലേക്ക് ഇട്ട് കൊടുക്കാം, ചോട്ടിലേക്ക് തടക്ക് എടുത്ത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം സോയിൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഒരു 10ാമത്തെ ദിവസം ഡിഫൻഡ് 10 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് തടത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ മരത്തിന്റെ കേട് കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാറി കിട്ടും. ഓക്കെ, പിന്നെ നമ്മൾ ശരിക്കും അതിന് ഇതാണ് ഫസ്റ്റ് കൊടുക്കേണ്ട ഒരു രീതി. അതിനുശേഷം നമ്മൾ പിന്നെ റംബൂട്ടാന് കൊടുക്കേണ്ടത് ഈ നവംബർ മാസത്തിലാണ് പിന്നെ കൊടുക്കേണ്ടത്. റംബൂട്ടാന് കൊടുക്കേണ്ടത് നവംബർ മാസത്തിൽ വീണ്ടും ഇതേ മെത്തേഡിൽ തന്നെ സോയിൽ ട്രീറ്റ്മെന്റ് ചെയ്യാം നവംബർ മാസത്തിൽ. ഓക്കെ, ക്ലിയർ അല്ലേ? അത് ഞാൻ പറഞ്ഞു, റംബൂട്ടാന് അതിന്റെ പ്രായം 1 വർഷം ആണെങ്കിൽ 3 ഗ്രാം, 2 വർഷം ആണെങ്കിൽ 9 ഗ്രാം, അങ്ങനെ നമ്മൾ നോക്കണം. ഓക്കെ, ഇപ്പൊ നവംബർ മാസത്തിൽ വീണ്ടും റംബൂട്ടാൻ ഏകദേശം ഒരു ഇപ്പൊ ജൂൺ മാസം അല്ലേ, നമ്മളിപ്പോ ഫ്രൂട്ട്സ് എടുക്കുന്നതിന്റെ ഒരു 5 മാസം മുമ്പ് നമ്മൾ അതിന്റെ ഫ്രൂട്ട് സ്പെഷ്യൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഇപ്പൊ തുടങ്ങി നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പൊ സോയിൽ ഹെൽത്ത് സ്പെഷ്യൽ കൊടുക്കണം റംബൂട്ടാന്. 5 വർഷത്തിന് മേലെ ആയ റംബൂട്ടാനാണെങ്കിൽ 15 ഗ്രാം തുടങ്ങി 20 ഗ്രാം വരെ സോയിൽ ഹെൽത്ത് സ്പെഷ്യൽ ഏത് മാസത്തില് റംബൂട്ടാന് കൊടുക്കാം? ഡിസംബർ മാസത്തിൽ കൊടുക്കാം, ഡിസംബറിൽ കൊടുക്കാം. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, ഈ 4 മാസം, മാർച്ച്, ഏപ്രിൽ
മാസത്തില് 4 പ്രാവശ്യം നമ്മൾ ഫ്രൂട്ട് സ്പെഷ്യൽ കൊടുക്കുക റംബൂട്ടാന്. ഫ്രൂട്ട് സ്പെഷ്യല് ഫസ്റ്റ് നമ്മൾ കൊടുക്കും. ഫസ്റ്റത്തെ 2 പ്രാവശ്യം കൊടുക്കേണ്ടത് 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്താൽ മതി. പിന്നെ 2ഉം 3ഉം 4ഉം 5 നമ്മൾ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ വെച്ച് സ്പ്രേ ചെയ്യണം. സ്പ്രേ ചെയ്യുമ്പോൾ നമുക്ക് സ്പ്രേ മാക്സ് ഉപയോഗിക്കാം, റാപ്പിഡ് ഉപയോഗിക്കാം, മീലാപ്പ് ഉപയോഗിക്കണം അതിന്റെ കൂടെ. ഇതാണ് റംബൂട്ടാന് കൊടുക്കേണ്ട ഒരു രീതി എന്ന് പറയുന്നത്. ഇപ്പൊ ജൂലൈ മാസമാണ്. ഈ ജൂലൈ മാസത്തിൽ നമ്മൾ എന്ത് കൊടുക്കുക? റംബൂട്ടാന് സോയിൽ ഹെൽത്ത് സ്പെഷ്യലും ഗാർഡൻ ഗോൾഡും കൊടുക്കാം ജൂലൈ മാസത്തിൽ. സോയിൽ ഹെൽത്ത് സ്പെഷ്യല് 15 ഗ്രാം തുടങ്ങി 20 ഗ്രാം വരെ കൊടുക്കുക. പിന്നെ ഗാർഡൻ ഗോൾഡ് ഒരു പാക്കറ്റ് കൊടുക്കുക 5 വർഷം മേലെ പ്രായമായ റംബൂട്ടാൻ. ഓക്കെ. പിന്നെ ഈ ജൂലൈ മാസത്തിൽ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ ചെടിയുടെ കേട് കാര്യങ്ങളൊക്കെ ഒന്ന് മാറി കിട്ടും റംബൂട്ടാന്റെ ഒക്കെ. അതിനുശേഷം നമ്മൾ ഡിസംബറിൽ കൊടുത്താൽ മതി. ഡിസംബറിൽ വീണ്ടും സോയിൽ ട്രീറ്റ്മെന്റ് ഇതേ രീതിയിൽ ചെയ്യാം. പിന്നെ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 5 മാസം ഫ്രൂട്ട് സ്പെഷ്യൽ കൊടുക്കുക റംബൂട്ടാൻ. ഒന്നിൽ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇനി ചില കേസുകളിൽ സ്പ്രേ ചെയ്യാൻ പറ്റാത്ത കേസുകളിലാണെങ്കിൽ എന്ത് ചെയ്യാം? നന്നായിട്ട് ഒന്ന് വേര് കാണാവുന്ന രീതിയിൽ ഒന്ന് വേരിന് വേറെ കേടുപാടുകളൊന്നും വരരുത്. എന്ത് ചെയ്യാം? ഒരു 15 ഗ്രാം തുടങ്ങി 20 ഗ്രാം വരെ എന്ത് ചെയ്യണം? നമ്മള് 10-20 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് തടത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഏത്? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 5 മാസം. ഇതാണ് റംബൂട്ടാന് കൊടുക്കേണ്ട ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ വേറെ വളങ്ങളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ എന്ത്? ഒരു 4ാമത്തെ ഒരു നമ്മള് ട്രീറ്റ്മെന്റ് ഒഴിച്ചതിന് ശേഷം ഗാർഡൻ ഗോൾഡ് ഇട്ട് കൊടുക്കാം. 4ാമത്തെ ഒരു 10 ദിവസം കഴിയുമ്പോൾ ഗാർഡൻ ഗോൾഡ് ഇട്ട് കൊടുക്കാം റംബൂട്ടാൻ. ഒരു പാക്കറ്റ് ഗാർഡൻ ഗോൾഡ് ഇട്ട് കൊടുക്കാം. ഓക്കെ. ഇനി അടുത്താണ് തെങ്ങിന് ചെയ്യേണ്ട ഒരു രീതി. തെങ്ങിന് വേണമെങ്കിൽ നമുക്ക് എപ്പോ വേണമെങ്കിലും വളം ചെയ്യാൻ പറ്റും. തെങ്ങിന് അങ്ങനെ ഒരു സമയം എന്ന് പറയാനില്ല. തെങ്ങിന് ശരിക്കും സോയിൽ ഹെൽത്ത് സ്പെഷ്യലും ഫ്രൂട്ട് സ്പെഷ്യലും ആണ് തെങ്ങിന് ചെയ്യേണ്ട 2. സോയിൽ ഹെൽത്ത് സ്പെഷ്യൽ ആണ് ഹരിതസഞ്ജീവനി, ഫ്രൂട്ട് സ്പെഷ്യൽ. ഇപ്പൊ സോയിൽ ചെയ്യുമ്പോ 1 വർഷം പ്രായമായ തെങ്ങുകൾക്കാണെങ്കിൽ 3 ഗ്രാം. അത് എപ്പോഴും നോട്ട് ചെയ്ത് വെക്കുക. രണ്ടാമത് റിപ്പീറ്റ് പറയുന്നില്ല. ഓക്കെ. 5 വർഷം പ്രായമായ തെങ്ങുകൾക്കാണെങ്കിൽ 15 ഗ്രാം തുടങ്ങി 20 ഗ്രാം തെങ്ങിന്റെ വലിപ്പം അനുസരിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ തെങ്ങിന് കൊടുക്കുമ്പോ ശരിക്കും ആദ്യം കൊടുക്കേണ്ടത് തെങ്ങിന് സോയിൽ ഹെൽത്ത് സ്പെഷ്യൽ 5 വർഷത്തിന് മേലെ പ്രായമായ തെങ്ങാണെങ്കിൽ 1 പാക്കറ്റ് ഗാർഡൻ ഗോൾഡ് കൊടുക്കാം. 15 തുടങ്ങി 20 ഗ്രാം വരെ സോയിൽ ഹെൽത്ത് സ്പെഷ്യലും 1 പാക്കറ്റ് ഗാർഡൻ ഗോൾഡും തെങ്ങിന് കൊടുക്കാം. ഓക്കെ. ഫസ്റ്റ് ചെയ്യേണ്ട ഇപ്പൊ ജൂലൈയിൽ കൊടുക്കാം. അതിനുശേഷം എന്ത് ചെയ്യാം? അടുത്ത ഒരു 30 ദിവസം ഇടവിട്ട് 3 പ്രാവശ്യം ഫ്രൂട്ട് സ്പെഷ്യൽ ചെയ്യാം. തെങ്ങിന് മിക്കവാറും മുകളിൽ കയറി എന്തായാലും സ്പ്രേ ചെയ്യാൻ പറ്റില്ല. അപ്പൊ വലിയ തെങ്ങുകൾക്ക് 20 ഗ്രാം 20 ലിറ്റർ വെള്ളത്തിൽ തെങ്ങിന്റെ തടത്തിലേക്ക് കലക്കി ഒഴിച്ചു കൊടുക്കാം ഫ്രൂട്ട് സ്പെഷ്യൽ 3 മാസം അടുപ്പിച്ച്. ഇപ്പൊ ഫസ്റ്റ് നമ്മള് സോയിൽ ഹെൽത്ത് സ്പെഷ്യൽ കൊടുത്തു കഴിഞ്ഞാൽ, ഗാർഡൻ ഗോൾഡ് കൊടുത്തു കഴിഞ്ഞാൽ 30ാമത്തെ ദിവസം എന്ത് കൊടുക്കാം? നമുക്ക് ഫ്രൂട്ട് സ്പെഷ്യൽ കൊടുക്കാം. വീണ്ടും 60ാമത്തെ ദിവസം ഫ്രൂട്ട് സ്പെഷ്യൽ കൊടുക്കാം. 90ാമത്തെ ദിവസം ഫ്രൂട്ട് സ്പെഷ്യൽ കൊടുക്കാം. അപ്പൊ തെങ്ങിന് 1 തവണ സോയിൽ ഹെൽത്ത് സ്പെഷ്യൽ കൊടുത്തു, 3 തവണ ഫ്രൂട്ട് സ്പെഷ്യൽ കൊടുത്തു. ഇപ്പൊ 1, 30, 60, 90. പിന്നെ 120ാമത്തെ ദിവസം വീണ്ടും എന്ത് കൊടുക്കണം? സോയിൽ ട്രീറ്റ്മെന്റ് കൊടുക്കണം തെങ്ങിന്. പിന്നെ ഇത് റിപ്പീറ്റ് ആണ്. വീണ്ടും 3 പ്രാവശ്യം ഫ്രൂട്ട് കൊടുക്കാം. അപ്പൊ ഒരു വർഷത്തില് തെങ്ങിന് എടുത്ത് നോക്കി കഴിഞ്ഞാൽ 3 പ്രാവശ്യം സോയിൽ ട്രീറ്റ്മെന്റും ചെയ്തു, ഗാർഡൻ ഗോൾഡ് ചെയ്തു, 9 പ്രാവശ്യം ഫ്രൂട്ടിന് വേണ്ടിയുള്ള തേങ്ങയ്ക്ക് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് ചെയ്തു. അപ്പൊ ഇങ്ങനെ ഈ രീതിയിൽ തെങ്ങിന് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരുപാട് കർഷകരുണ്ട് തെങ്ങിന് കൊടുത്തു കഴിഞ്ഞാൽ അവര് പറഞ്ഞ റിസൾട്ട് എന്തെന്ന് വെച്ചാൽ ഒറ്റ മച്ചിങ്ങ കൊഴിച്ചിലില്ല. പിന്നെ മാത്രമല്ല ഉണ്ടാവുന്ന മച്ചിങ്ങളൊക്കെ നല്ല തേങ്ങയായിട്ട് മാറിയിട്ട് ആ തേങ്ങയ്ക്ക് ഉണ്ടല്ലോ ഉള്ളിലൊക്കെ നല്ല കട്ടിയാണ്, തേങ്ങയ്ക്ക് നല്ല വെയിറ്റ് ആണ്. പല തെങ്ങുകളും വെട്ടിക്കളയാൻ പോയ തെങ്ങുകൾ വരെ ഇത് ഈ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് അവരൊക്കെ നല്ല തെങ്ങൊക്കെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ തന്നെ ഈ പ്രോഗ്രാമിന് ശേഷം കുറച്ച് കർഷകരൊക്കെ നമുക്ക് അഭിപ്രായം ഷെയർ ചെയ്യും. ഇതാണ് തെങ്ങിന് കൊടുക്കേണ്ട ഒരു രീതി എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം ഇപ്പൊ മാവിന് കൊടുക്കേണ്ട ഒരു രീതി. ഓക്കെ. മാവിന് കൊടുക്കേണ്ടത് ശരിക്കും മാങ്ങയൊക്കെ പറിച്ച് കഴിയുമ്പോൾ നമുക്ക്
റംബൂട്ടാന് കൊടുക്കുന്ന പോലെ സോയിൽ ട്രീറ്റ്മെന്റ് ചെയ്യാം. അതിനുശേഷം ഒക്ടോബർ മാസത്തില് അല്ല മാവ് കുറച്ച് നേരത്തെ വിളവ് തരുന്ന ഒരു ഇതാണ്. ഏപ്രിൽ മെയ് മാസത്തിലൊക്കെ നമുക്ക് മാങ്ങ കിട്ടും. അപ്പൊ മാവിന് ഒക്ടോബർ മാസത്തിൽ എന്ത് ചെയ്യണം? സോയിൽ ട്രീറ്റ്മെന്റ് ചെയ്യണം. മാവിന് ഇതേ രീതിയിൽ തന്നെ റംബൂട്ടാന് കൊടുക്കുന്ന അതേ മെത്തേഡ് തന്നെയാണ്. ഇത് ഒരു വർഷമായ മാവിന് 3 ഗ്രാം. ഓക്കെ. അപ്പൊ 5 വർഷത്തിന് മേലെ ഫ്രൂട്ട്സുകൾ അല്ല മാങ്ങ തരുന്ന മാവിനാണെങ്കിൽ ഒക്ടോബർ മാസത്തിൽ നമ്മൾ സോയിൽ ട്രീറ്റ്മെന്റ് ചെയ്യണം. ഏത് 15-20 ഗ്രാം സോയിൽ ഹെൽത്ത് സ്പെഷ്യലും ഒരു പാക്കറ്റ് ഗാർഡൻ ഗോൾഡ് കൊടുക്കാം. അപ്പൊ നമുക്ക് ഗാർഡൻ ഗോൾഡ് ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ വേറെ വളം പിന്നെ കൊടുക്കണ്ട. ശരിക്കും ഗാർഡൻ ഗോൾഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വേറെ വളം കൊടുക്കണ്ട. പിന്നെ മാവിന് കൊടുക്കേണ്ടത് ഒക്ടോബറിൽ നമ്മൾ സോയിൽ ഹെൽത്ത് സ്പെഷ്യൽ കൊടുക്കുക. നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 5 മാസം നമ്മൾ ഫ്രൂട്ട് സ്പെഷ്യൽ കൊടുക്കുക. 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്യാം. ഇനി മാവിന് സ്പ്രേ ചെയ്യാൻ പറ്റാത്തവര് 15-20 ഗ്രാം 10-20 ലിറ്റർ വെള്ളത്തിൽ എടുത്ത് തടത്തിൽ കലക്കി വെച്ച് കൊടുക്കുക. ഓക്കെ. പിന്നെ മാവിന് നമുക്ക് ഈ പൂക്കള് മാറുന്ന സമയത്ത് നമുക്ക് ഒരു പാക്കറ്റ് ഗാർഡൻ ഗോൾഡ് വളമായിട്ട് വീണ്ടും ഇട്ട് കൊടുക്കാം. ഓക്കെ. അതാണ് മാവിനൊക്കെ കൊടുക്കേണ്ട ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ നമുക്കറിയാം വാഴ നമുക്ക് ഒരുപാട് വാഴ കർഷകരുണ്ടാവും. വാഴ, നെല്ല്, ഈ വാഴയും നെല്ലും കൂടി ഒന്ന് ഞാൻ പറയാം. വാഴയ്ക്ക് കൊടുക്കേണ്ടത് നമുക്ക് ഹരിതസഞ്ജീവിന്റെ 1, 2, 3, 4 സ്റ്റേജ് ഉള്ള അത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ സോയിൽ ഹെൽത്ത് സ്പെഷ്യൽ ഉപയോഗിക്കാം, ഫ്രൂട്ട് സ്പെഷ്യൽ ഉപയോഗിക്കാം. പേരത്തൈകൾക്കൊക്കെ നമ്മൾ റംബൂട്ടാനും അതുപോലെ തന്നെ ഇതിനും നമ്മൾ ജാതിക്ക് കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് പേരത്തൈകൾക്ക് കൊടുക്കുന്നത്. എന്നുവെച്ചാൽ ദീർഘകാലങ്ങളായിട്ട് വിളവ് തരുന്ന വൃക്ഷങ്ങളാണ് അത്. അതിനൊക്കെ നമുക്ക് റംബൂട്ടാനും മാവിനൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് കൊടുക്കാം. ഓക്കെ. പേരത്തൈകൾക്കൊക്കെ. ഓക്കെ. പിന്നെ തൈയാണെങ്കിൽ പിന്നെ നമ്മള് ചെറിയ തൈകളൊക്കെ ആണെങ്കിൽ എന്താ പറയുക 2-3 ഗ്രാം ഒക്കെ വെച്ച് കൊടുത്താൽ മതി. ഓക്കെ. ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാവുന്ന തൈകളാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് കൊടുക്കാം. ഓക്കെ. അതുപോലെ തന്നെ വാഴയ്ക്ക് ഉപയോഗിക്കുന്ന രീതിയാണ്. വാഴ നട്ട് 30 ദിവസത്തിനുള്ള സോയിൽ ട്രീറ്റ്മെന്റ് ചെയ്യാം. വാഴ നട്ട് പിന്നെ 45ാമത്തെ ദിവസം എന്ത് ചെയ്യാം? ഫ്രൂട്ട് സ്പെഷ്യൽ കൊടുക്കുക. 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക വാഴയ്ക്ക്. അല്ലെങ്കിൽ ഹരിതസഞ്ജീവിന്റെ 2, 3, 4 സ്റ്റേജ് ഉണ്ട്. അതിൽ 2ാമത്തെ സ്റ്റേജ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ 90ാമത്തെ ദിവസം വീണ്ടും ഒന്നില്ലെങ്കിൽ ഫ്രൂട്ട് സ്പെഷ്യലോ ഹരിതസഞ്ജീവിനിയുടെ 3ാമത്തെ സ്റ്റേജോ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്താണ് 4ാമത്തെ സ്റ്റേജ്. 145-150 ദിവസം ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക? 4ാമത്തെ സ്റ്റേജും സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പൊ വാഴയ്ക്ക് നമ്മൾ കൊടുക്കുമ്പോൾ സോയിൽ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ മണ്ണിലേക്ക് കൊടുക്കുമ്പോൾ ആദ്യം നമ്മുടെ ഗാർഡൻ ഗോൾഡും കൂടി കൊടുക്കുക. ഒരു വാഴയ്ക്ക് ഒരു ഗാർഡൻ ഗോൾഡിന്റെ പാക്കറ്റ് 3 വാഴയ്ക്ക് നമുക്ക് കൊടുക്കാം. അപ്പൊ ഗാർഡൻ ഗോൾഡ് ഒരു 20 ദിവസം കൂടുമ്പോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേറെ വളമൊന്നും ചെയ്യണ്ട. വാഴയ്ക്ക് വേറെ രാസവളങ്ങളോ വേറെ ഒരു വളം ചെയ്യണ്ട. 20 ദിവസം കൂടുമ്പോൾ ഒരു വാഴയ്ക്ക് ഒരു പാക്കറ്റ് ഗാർഡൻ ഗോൾഡ് 3 വാഴയ്ക്കായിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ മാത്രമല്ല ഒരു 6 മാസമൊക്കെ ആവുമ്പോ നമ്മൾ എന്ത് ചെയ്യുക? കൊലകളൊക്കെ വന്ന് വരുമ്പോൾ ഗാർഡൻ ഗോൾഡിന്റെ അളവ് ഒന്ന് കൂട്ടാം. ഒരു പാക്കറ്റ് 2 അവസാനം അതിൽ 250 വെച്ച് ഗാർഡൻ ഗോൾഡ് ഇട്ട് കൊടുക്കാം അവസാനം ആ ഫ്രൂട്ട്സ് കൊലകളൊക്കെ വന്ന സമയത്ത്. ഈ രീതിയിൽ വാഴ ഒന്ന് നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അടിപ്പടലും മുകളിലത്തെ പടലും ഓരോ വലിപ്പത്തിൽ കിട്ടാനായിട്ട് സഹായിക്കും. ഓക്കെ. അടുത്താണ് പിന്നെ നെല്ലിന്. ഇപ്പൊ നെല്ലിനൊക്കെ നമുക്കറിയാം വടക്കാഞ്ചേരിയിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ നെല്ലിനൊക്കെ നല്ല രീതിയിലുള്ള ആദായം കിട്ടിയിട്ടുണ്ട്. ശരിക്കും നെല്ല് വണ്ടർഫുൾ റിസൾട്ട് നെല്ലിനൊക്കെ. അപ്പൊ നെല്ലിന് നമുക്ക് ഹരിതസഞ്ജീവിനി ഉപയോഗിക്കാം. ഹരിതസഞ്ജീവിനി 1, 2, 3, 4 സ്റ്റേജ് ഉപയോഗിക്കാം. അതുപോലെ സോയിൽ ഹെൽത്ത് സ്പെഷ്യൽ ഉപയോഗിക്കാം. ഫ്രൂട്ട് സ്പെഷ്യൽ ഉപയോഗിക്കാം നെല്ലിന്. ഇപ്പൊ നെല്ലിന് കൊടുക്കേണ്ട രീതി ഇതാണ്. 30 ദിവസത്തിനുള്ളിൽ ഞാൻ ശരിക്കും പറഞ്ഞ ഹരിതസഞ്ജീവിനി ഗാർഡൻ ഗോൾഡ് ഉപയോഗിക്കണമെങ്കിൽ വേറെ ഒരു വളം ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇത് തന്നെ ഉപയോഗിച്ച് നമുക്ക് നല്ല രീതിയിലുള്ള ഈൽഡ് കിട്ടുന്നുണ്ട്. നെല്ലിന് കൊടുക്കേണ്ട രീതി ഇതാണ്. നെല്ല് നട്ട് 30 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യാം? സോയിൽ ട്രീറ്റ്മെന്റ് അത് 500 ഗ്രാം 1 ഏക്കർ സ്ഥലത്തേക്കാണ് സോയിൽ ഹെൽത്ത് സ്പെഷ്യൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ. ഇപ്പൊ ഹരിതസഞ്ജീവിനിയുടെ 1, 2, 3, 4 സ്റ്റേജ് ഉള്ള പാക്കറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 750 ഗ്രാമാണ് 1 ഏക്കർ സ്ഥലത്തേക്ക്. 1 ഏക്കർ സ്ഥലത്തേക്ക് 10 പാക്കറ്റ് ഗാർഡൻ ഗോൾഡ് കൊടുക്കണം. അപ്പൊ സോയിൽ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോ നെല്ലിന് എന്ത് ചെയ്യണം?
നെല്ലിന് ഹരിതസഞ്ജീവിന്റെ 10ത്തെ സ്റ്റേജിന്റെ കൂടെ 10 പാക്കറ്റ് ഗാർഡൻ ഗോൾഡ് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. സോയിൽ ട്രീറ്റ്മെന്റ് ചെയ്യാം. ഓക്കെ. പിന്നെ സോയിൽ ചെയ്ത് ഒരു 20 ദിവസം കഴിയുമ്പോൾ ഫ്രൂട്ട് സ്പെഷ്യൽ അടിക്കുക, അല്ലെങ്കിൽ ഹരിതസഞ്ജീവിന്റെ 2ാമത്തെ സ്റ്റേജ് അടിക്കുക. 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ. അതുപോലെ തന്നെ മൂന്നാമത്തെ സ്റ്റേജ് വീണ്ടും 20 ദിവസം കഴിയുമ്പോൾ ഹരിതസഞ്ജീവിനി ആണെങ്കിൽ 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ. 4ാമത്തെ സ്റ്റേജും 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ. ഇപ്പൊ ഫ്രൂട്ട് സ്പെഷ്യൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് സ്റ്റേജ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ഉപയോഗിക്കാം, അവസാനത്തെ സ്റ്റേജ്. അപ്പൊ ഏകദേശം ഒരു 80 ദിവസത്തിനുള്ളിലൊക്കെ നെല്ലിന്റെ ഒരു ട്രീറ്റ്മെന്റ് ഫുള്ളും കഴിയുന്നുള്ളതാണ്. 120 ദിവസത്തെ നെല്ലാണ് കൂടുതലും, 120 ദിവസത്തെ നെല്ലാണ് വരാറ് കൂടുതൽ. ഓക്കെ. അപ്പൊ നെല്ലിന് അതുപോലെ തന്നെ 4ാമത്തെ സ്റ്റേജ് ഉപയോഗിക്കണേക്കാളും വേറൊരു വളം ഉപയോഗിക്കുന്നില്ല. ഈ 4ാമത്തെ സ്റ്റേജ് ഉപയോഗിക്കുന്നേക്കാളും തൊട്ട് മുമ്പ് ഒരു 10 ദിവസം മുമ്പ് നമുക്ക് ഗാർഡൻ ഗോൾഡ് 10 പാക്കറ്റ് വീണ്ടും കൊടുക്കാം വളമായിട്ട്. അപ്പൊ നെല്ലിന് വേറൊരു വളം നമ്മൾ പുറത്തുനിന്ന് ഉപയോഗിക്കണ്ട. നമ്മളുടെ ഗാർഡൻ ഗോൾഡും ഹരിതസഞ്ജീവിനിയും ഫ്രൂട്ട് സ്പെഷ്യലും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത് മാത്രം ഉപയോഗിച്ചിട്ട് 1 ഏക്കറിലേക്ക് 3000 കിലോക്ക് കിട്ടിയ നെൽ കർഷകരുണ്ട്. വടക്കാഞ്ചേരിയിലൊക്കെ ബിൻസാറ്, നമ്മുടെ ഗ്രേറ്റ് അപ്ലൈൻ ബിൻസാറുണ്ട്, അതിന്റെ ഇത് പറയും, റിസൾട്ട് ബിൻസാറ് പറയും. ഒക്കെ. അപ്പൊ നെല്ലിന് ഉപയോഗിക്കേണ്ട രീതി ഇതാണ്. അപ്പൊ ഈ രീതിയിൽ നമ്മളൊന്ന് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഹരിതസഞ്ജീവിനി ഏറ്റവും വണ്ടർഫുൾ റിസൾട്ട് ഉണ്ടാകാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ്. പിന്നെ മാത്രമല്ല, ഹരിതസഞ്ജീവിനി ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നന്നായിട്ട് ഫോളോ അപ്പ് ഉണ്ടായിരിക്കണം കർഷകർ. ചിലപ്പോ എല്ലാവർക്കും ഹരിതസഞ്ജീവിനി എങ്ങനെ ഉപയോഗിച്ചാലും റിസൾട്ട് ഉണ്ട്, പക്ഷെ ഒരു പാക്കറ്റ് കൊടുത്ത് പിന്നെ വരും, പിന്നെ ഫോളോ അപ്പ് ഉണ്ടാവില്ല. പല ആളുകൾക്കും ഉള്ള പ്രശ്നം അതാണ്. ഹരിതസഞ്ജീവിനി ഒക്കെ കൊടുത്തു വരും, ഫോളോ അപ്പ് ഉണ്ടാവില്ല. പിന്നെ മാത്രമല്ല, ഇതിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു അറിവില്ലാത്തതുകൊണ്ടാണ് ഫോളോ അപ്പ് വീണ്ടും ചെയ്യാത്തത്. അപ്പൊ നമ്മൾ നന്നായിട്ട് പഠിക്കുക, ഫീൽഡിൽ ഇറങ്ങുക, ഹരിതസഞ്ജീവിനി നന്നായിട്ട് അപ്ലൈ ചെയ്യുക. എല്ലാവർക്കും എന്താ പറയാ, നല്ല പഴങ്ങളും പച്ചക്കറികളും കഴിക്കാൻ നമ്മുടെ ഗാർഡൻ ഗോൾഡ് ഉപയോഗിച്ച് കൃഷി ചെയ്ത് കഴിക്കാൻ പറ്റട്ടെ. മാത്രമല്ല ഒരുപാട് കർഷകരെ സഹായിക്കാൻ പറ്റട്ടെ. അറിയില്ലേ, ഗിരിസാറ് പറഞ്ഞു ജയ് ജവാൻ ജയ് കിസാൻ. നമ്മളുടെ മുദ്രാവാക്യം അതാണ്. അപ്പൊ എല്ലാവർക്കും എന്താ പറയാ, വിജയാശംസകൾ. JRCM താങ്ക് യു, ഇങ്ങനെ ഒരു അവസരം തന്ന സ്റ്റാർ റൂബി, ബിനുസാറിനും CRN നാരായണമൂർത്തി സാറിനും ഗിരി സാറിനൊക്കെ ഹൃദയത്തിന്റെ ഭാഷയില് നന്ദി പറയുന്നു. താങ്ക് യു JRCM. അടുത്തൊരു ക്ലാസ്സിൽ ഒരു PPT ആയിട്ട് വരാം. തെങ്ങിനും ജാതിക്കും ഒക്കെ ഉപയോഗിക്കേണ്ട ഇത് PPT ആയിട്ട് വരാം. ഓക്കെ. JRCM.